ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലത്തീൻ വേദപാഠകം, നോമ്പ്, 3-ാം ഞായർ, മാർച്ച് 3, 2024. ഒന്നാമത്തെ വായന പുറപ്പാട് പുസ്തകത്തിലെ 20-ാമത്തെ അധ്യായം 1 മുതൽ 17 വരെ വാക്യങ്ങൾ. വളരെ പ്രസിദ്ധമായ ദൈവകൽപ്പനകൾ, 10 പ്രമാണങ്ങൾ എന്ന് നമ്മൾ പറയുന്ന ദൈവകൽപ്പനകൾ. 19-ാമത്തെ അധ്യായത്തിൽ, പുറപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായത്തിൽ സീനായ് ഉടമ്പടിയാണ് നടക്കുന്നത്. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ 50-ാം ദിവസം സീനായ് ഉടമ്പടി. അതുകൊണ്ടാണ് യേശുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ 50-ാം ദിവസം പെന്തക്കോസ്ത. പുതിയ ഉടമ്പടി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു. അതായത് പുറപ്പാട് യേശുവിൻ്റെ മരണോത്ഥാനമാണ് അവൻ്റെ പുറപ്പാട്. ആ പുറപ്പാടിൻ്റെ 50-ാം ദിവസം, ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ 50-ാം ദിവസം സീനായ് ഉടമ്പടി പോലെ യേശുവിൻ്റെ പുറപ്പാടിൻ്റെ 50-ാം ദിവസം പെന്തക്കോസ്ത. ഈ സീനായ് ഉടമ്പടിയെക്കുറിച്ചാണ് പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ. ആ ഉടമ്പടിയുടെ നിയമവ്യവസ്ഥകൾ, അതാണ് 20, 21, 22, 23 4 അധ്യായങ്ങളിലും 20, 21, 22, 23 20-ാം അധ്യായം 1 മുതൽ 23-ാം അധ്യായം 23 വരെ 4 അധ്യായങ്ങളിൽ സീനായ് ഉടമ്പടിയുടെ നിയമവ്യവസ്ഥയാണ് നൽകപ്പെടുന്നത്. അതിൽ 2 നിയമവ്യവസ്ഥകളുണ്ട്. 2 നിയമവ്യവസ്ഥകൾ. 20-ാമത്തെ അധ്യായം 1 മുതൽ 17 വരെയുള്ളതാണ് ഒന്നാമത്തേത്. അതിന് നമ്മൾ ഡെക്കാലോഗ്, ദശ കൽപ്പനകൾ, 10 പ്രമാണങ്ങൾ, 10 കൽപ്പനകൾ എന്നൊക്കെ പറയും. പ്രായമോ ലിംഗമോ അന്തസ്സോ ജാതിയോ മതമോ അങ്ങനെയുള്ള യാതൊരു പരിഗണനകളുമില്ലാതെ എല്ലാവരെയും ബാധിക്കുന്ന, സർവ്വജനങ്ങളെയും ബാധിക്കുന്ന, സാർവലൗകികം, എല്ലാ ലോകത്തെയും ബാധിക്കുന്ന നിയമവ്യവസ്ഥയാണ് ഈ 10 കൽപ്പനകൾ. മനുഷ്യ ഹൃദയത്തിൽ രേഖപ്പെടുത്തപ്പെട്ട പ്രകൃതിദത്തമായ നിയമങ്ങളെ, ഞാൻ ഒന്നുകൂടി പറയാം, മനുഷ്യ ഹൃദയത്തിൽ രേഖപ്പെടുത്തപ്പെട്ട, അല്ലെങ്കിൽ ദൈവം മനുഷ്യഹൃദയങ്ങളിൽ എഴുതി വച്ചിരിക്കുന്ന നിയമങ്ങളെ ദൈവപ്രമാണങ്ങളുടെ അന്തസ്സിലേക്ക് ഉയർത്തി അവയെ സ്ഥിരപ്പെടുത്തുകയാണ് ഈ 10 കൽപ്പനകളിൽ. ഞാൻ ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുക. മനുഷ്യഹൃദയത്തിൽ ദൈവം രേഖപ്പെടുത്തിയ പ്രകൃതിദത്തമായ നിയമങ്ങൾ. റോമാലേഖനം 2-ാമത്തെ അധ്യായം 14-15 വാക്യങ്ങൾ. കത്തോലിക്ക സഭയുടെ മതബോധനം 2070, 2071, 2072. മനുഷ്യഹൃദയത്തിൽ ദൈവം രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രകൃതിദത്തമായ നിയമങ്ങളെ ദൈവപ്രമാണങ്ങളുടെ അന്തസ്സിലേക്ക് ഉയർത്തി അവയെ സ്ഥിരപ്പെടുത്തുകയാണ് ഈ 10 കൽപ്പനകളിലൂടെ. ഇതാണ് 20-ാമത്തെ അധ്യായം 1 മുതൽ 17 വരെ. അതാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി പറയണം. ഞാൻ പറഞ്ഞല്ലോ, 20-ാം അധ്യായം 18-ാം വാക്യം മുതൽ 23-ാം അധ്യായം 33-ാം വാക്യം വരെ 2ാമതൊരു നിയമവ്യവസ്ഥയുണ്ട്. അത് ഉടമ്പടിയുടെ നിയമസംഹിത എന്നാണ് അതിനെ പറയുക. ഉടമ്പടിയുടെ നിയമസംഹിത, കവനന്റ് കോഡ് എന്നാണ് അതിന് പറയുക. ഉടമ്പടിയുടെ നിയമസംഹിത, കവനന്റ് കോഡ്. ഇസ്രായേൽ എന്ന ദേശരാഷ്ട്രത്തിൻ്റെ ആന്തരിക ഇടപാടുകളെ നിയന്ത്രിക്കാനായി മുൻപുണ്ടായ വ്യവഹാരങ്ങളുടെ, കോടതി നടപടികളുടെയൊക്കെ വെളിച്ചത്തിൽ തയ്യാറാക്കപ്പെട്ട നിയമങ്ങളുടെ ഒരു ചട്ടക്കൂടാണിത്. എ ബോഡി ഓഫ് കേസ് ലോ എന്ന് പറയും. കോടതിയിൽ കേസ്, പല വ്യവഹാരങ്ങൾ, അതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ ഇസ്രായേൽ എന്ന ദേശരാഷ്ട്രത്തിൻ്റെ ആന്തരിക ഇടപാടുകളെ നിയന്ത്രിക്കാനായി തയ്യാറാക്കപ്പെട്ട നിയമങ്ങളുടെ ഒരു ചട്ടക്കൂട്. ചില സവിശേഷ സാഹചര്യങ്ങളിൽ നൽകേണ്ട ചില ശിക്ഷാ നടപടിക്രമങ്ങളെക്കുറിച്ചാണ് അവിടെ സംസാരിക്കണേ. അതായത് 20-ാമത്തെ അധ്യായം 18-ാം വാക്യം മുതൽ 23-ാം അധ്യായം 33-ാം വാക്യം വരെ. കാനാൻ ദേശത്തെ ഇസ്രായേൽക്കാരുടെ ജീവിതത്തെ നയിക്കാനുള്ള നിയമങ്ങളും ചട്ടങ്ങളുമാണ് അതിലുള്ളത്. നിയമാവർത്തന ഗ്രന്ഥം 4:14 അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിയമാവർത്തന ഗ്രന്ഥം 4:14. കാനാൻ ദേശത്ത് ഇസ്രായേൽക്കാർ താമസിക്കുമ്പോൾ അവിടുത്തെ ജീവിതത്തെ നിയന്ത്രിക്കാനുള്ള നിയമങ്ങളും ചട്ടങ്ങളും. ഇന്ന് ഈ നിയമങ്ങൾ നമ്മെ നേരിട്ട് ബാധിക്കണമെന്നില്ല. എങ്കിലും ചില മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ അവയ്ക്ക് കഴിയും, ഇന്നും കഴിയും. അതുകൊണ്ട് ഈ 20-ാം അധ്യായം 18-ാമത്തെ വാക്യം മുതൽ
23 അധ്യായം 33 വാക്യം വരെയുള്ള ആ വചനങ്ങളെ സാർവലൗകിക സാർവജനീന എല്ലാവരെയും ബാധിക്കുന്ന, എല്ലാ ജനങ്ങളെയും ബാധിക്കുന്ന, എല്ലാ ലോകത്തെയും ബാധിക്കുന്ന നിയമങ്ങളായിട്ട് കാണാൻ പാടില്ല. അത് ഇസ്രായേൽ എന്ന ദേശരാഷ്ട്രത്തെ നിയന്ത്രിക്കാൻ വേണ്ടി കൊടുത്തതാണ്. അതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ചില മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ പറ്റും. അത് പക്ഷേ ദൈവപ്രമാണങ്ങളുടെ അത്രയും ഒരു അന്തസ്സ് അതിനില്ല. ഈ കൽപ്പനകൾക്കെതിരെ പാപം ചെയ്യാതിരിക്കുക അതൊരു നിഷേധാത്മക ഒരു അപ്രോച്ചാണ്. അതല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് ദൈവവുമായിട്ടൊരു വൈയക്തിക ബന്ധം. അവൻ അപ്പനാണ്, പിതാവാണ്, മക്കളെ ശിക്ഷണത്തിൽ വളർത്തുന്ന പിതാവ്. അപ്പോൾ ഒരു കുടുംബത്തിൽ അപ്പനും അമ്മയും മക്കൾക്ക് കൊടുക്കുന്ന ശിക്ഷണത്തിൻ്റെ ആ കെട്ടിലും മട്ടിലുമാണ് ദൈവപ്രമാണങ്ങളെ നമ്മൾ കണ്ടെത്തേണ്ടത് അല്ലെങ്കിൽ സമീപിക്കേണ്ടത്. ഈ ഒരു കുടുംബത്തിൽ നമുക്ക് മാന്യമായിട്ട് സംസ്കാരഭദ്ര ജീവിക്കാൻ ചില ശിക്ഷണങ്ങൾ വേണം. അപ്പോൾ അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധത്തെ നിർവചിക്കുന്ന അങ്ങനെയാണ് ഈ ദൈവപ്രമാണങ്ങളെ കാണേണ്ടത്. അല്ലാതെ ഇങ്ങനെ ഒരു രാഷ്ട്രത്തിൻ്റെ നിയമം പാലിക്കുക, പോലീസും പട്ടാളത്തൊക്കെ പേടിച്ച് ടാക്സ് കൊടുക്കുന്നതിനെ കുറിച്ച് അങ്ങനെയൊക്കെ ഒരു പേടിയുണ്ടല്ലോ. അങ്ങനെയുള്ളൊരു പേടിയിലല്ല ഈ വാസ്തവത്തിൽ ഈ കൽപ്പനകളുടെ അനുസരണം വേണ്ടത്. മറിച്ച് ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് ഉടലെടുക്കേണ്ടതാണ്. ഓരോ പ്രമാണങ്ങളെ കുറിച്ച് ഞാൻ വളരെ ചെറുതായിട്ട് പറഞ്ഞു പോകുന്നേ ഉള്ളൂ, അതും പൊതു തത്വങ്ങൾ. ഇതിൻ്റെ വെളിച്ചത്തിൽ കത്തോലിക്ക സഭയുടെ മതബോധനത്തിൽ 10 പ്രമാണങ്ങളെക്കുറിച്ച് തന്നെ ഒരു അധ്യായമുണ്ട്, അതിൻ്റെ വിശദാംശങ്ങളുണ്ട്. പിന്നെ സഭയുടെ കാനൻ ലോ, അതായത് കത്തോലിക്ക സഭയിൽ 2 കാനൻ ലോ ഉണ്ട്, പാശ്ചാത്യ സഭയ്ക്കുള്ളതും പൗരത്യ സഭകൾക്കുള്ളതും. അതെല്ലാം ഈ ദൈവപ്രമാണങ്ങളുടെയൊക്കെ വെളിച്ചത്തിൽ വിപുലമാക്കപ്പെട്ട, അതായത് കുറച്ചും കൂടിയും അതായത് ഓരോ സന്ദർഭത്തിൽ എങ്ങനെയാണ് വേണ്ടതെന്ന് പ്രമാണങ്ങളുടെ വെളിച്ചത്തിനും ബൈബിളിൻ്റെ വെളിച്ചത്തിനും തയ്യാറാക്കപ്പെട്ടതാണ്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ നൽകാമെന്ന് പറഞ്ഞാൽ അനേകം മാസങ്ങൾ തന്നെ വേണ്ടി വരും. അപ്പം അതൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അതേസമയം ഈ 17 വാക്യങ്ങളെ കുറിച്ച് തർക്കങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പൊതുവായ ചില സമീപന രീതികൾ അല്ലെങ്കിൽ വ്യാഖ്യാനം, ബൈബിളിൻ്റെ വ്യാഖ്യാനം ഞാൻ നൽകാം. ഓരോ സന്ദർഭത്തിലും അതെങ്ങനെയാണ് വേണ്ടതെന്ന് കാനൻ ലോയും പിന്നെ കത്തോലിക്ക സഭയുടെ മതബോധനവും അങ്ങനെയുള്ള ഒരുപാട് കീഴ്വഴക്കങ്ങളുണ്ട്. അതിനൊക്കെ വെളിച്ചത്തിലാണ് നിശ്ചയിക്കേണ്ടത്. 20 അധ്യായം 1 മുതൽ 17 വാക്യങ്ങൾ നമ്മൾ ദൈവകൽപ്പനകൾ, 10 പ്രമാണങ്ങൾ എന്നൊക്കെ അതിന് വിളിക്കാറുണ്ട്. പുറപ്പാട് പുസ്തകം 34:28 10 പ്രമാണങ്ങൾ എന്നവിടെ പറയുന്നുണ്ട്, 10 വചനങ്ങൾ. കത്തോലിക്ക സഭയുടെ മതബോധനം 2056 മുതൽ 2063 വരെ 2056 മുതൽ 2063 വരെ ഈ 10 പ്രമാണങ്ങളെക്കുറിച്ച് വിശദമായ വ്യാഖ്യാനമുണ്ട്. പലരുടെയും കയ്യിൽ കത്തോലിക്ക സഭയുടെ മതബോധനം എന്ന ഗ്രന്ഥമുണ്ടല്ലോ. 2 കൽഫലങ്ങളിലായിട്ടാണ്, 2 ഫലങ്ങളിലായിട്ടാണ് അവ ആലേഖനം ചെയ്യപ്പെട്ടത്. 31:18 പുറപ്പാട് 31:18. ഈ സ്നേഹത്തിൻ്റെ 2 പ്രമാണങ്ങളാണ് ഈ 10 ആവിഷ്കരിച്ചിരിക്കുന്നത്. ദൈവസ്നേഹവും പരസ്നേഹവും. മർക്കോസിൻ്റെ സുവിശേഷം 10 അധ്യായം 17 മുതൽ 19 വാക്യങ്ങൾ, റോമാലേഖനം 13:9. അതായത് ദൈവസ്നേഹം, പരസ്നേഹം, അതിനെ കുറച്ചുകൂടി നിജപ്പെടുത്തി പറഞ്ഞിരിക്കുകയാണ് 10 പ്രമാണങ്ങൾ. ആദ്യത്തെ 3 10 പ്രമാണങ്ങളിൽ ആദ്യത്തെ 3 ദൈവത്തെ സ്നേഹിക്കുന്നതിനെക്കുറിച്ചും 4 മുതലുള്ളത് മറ്റുള്ളവരെ പരസ്നേഹത്തെക്കുറിച്ചുമാണ്. എല്ലാ ക്രിസ്ത്യാനികളും അറിഞ്ഞിരിക്കേണ്ട ചില പൊതുവായ കാര്യങ്ങൾ ആദ്യം പറയട്ടെ. പ്രമാണങ്ങളെ എങ്ങനെ വർഗീകരിക്കണം എന്നതിനെക്കുറിച്ച് ചില ചോദ്യങ്ങളുണ്ട്. അതിന് കാരണം 10 പ്രമാണങ്ങൾ അല്ലെങ്കിൽ 10 വചനങ്ങൾ എന്ന് പറഞ്ഞിട്ട് 34:28 പുറപ്പാട് 34:28, നിയമാവർത്തനം 4:13, 10:4 ഇവിടേക്ക് 10 വചനങ്ങൾ അല്ലെങ്കിൽ വചനങ്ങളേ ഉള്ളൂ, പ്രമാണങ്ങളില്ല. 10 വചനങ്ങൾ അല്ലെങ്കിൽ 10 പ്രമാണങ്ങൾ എന്ന് പറഞ്ഞിട്ട് 14 തന്നിട്ടുണ്ട്. 10 വചനങ്ങൾ എന്ന് പറഞ്ഞിട്ട് 14 തന്നിട്ടുണ്ട്. കത്തോലിക്കരും പ്രൊട്ടസ്റ്റന്റ് വിഭാഗമായ ലൂഥറൻസും 1-ാം പ്രമാണമായി കരുതുന്നത് 3 മുതൽ 6 വരെ വാക്യങ്ങളാണ്. ഈ പുറപ്പാട് പുസ്തകത്തിൽ 1-ാമത്തെ വാക്യം 2 മുതൽ 6 വരെ വാക്യങ്ങളാണ്. അതായത് ആരാധിക്കാനായി വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത് എന്നതിനെ 1-ാം പ്രമാണത്തിന്റെ ഭാഗമായിട്ടാണ് കത്തോലിക്കരും പ്രൊട്ടസ്റ്റന്റ് വിഭാഗമായ ലൂഥറൻസും കരുതുന്നത്. 9-ഉം 10-ഉം പ്രമാണങ്ങളായി 17-ാം വാക്യത്തെ അവർ വിഭജിക്കുകയും ചെയ്യുന്നു, ഈ 10 എന്ന സംഖ്യ നിലനിർത്താൻ വേണ്ടിയിട്ട്. അതിനൊരു കാരണം വിശുദ്ധ അഗസ്തീനോസ് നൽകുന്നുണ്ട്. പുറപ്പാട് താളുകളിൽ അന്യന്റെ ഭവനം മോഹിക്കരുത് എന്ന് പറഞ്ഞതിന് ശേഷം ആ ഭവനത്തിൽ ഒരു വസ്തുവായി അവന്റെ ഭാര്യയെ കരുതുകയും അവളെ മോഹിക്കരുത് എന്ന് പറയുകയും ചെയ്തിരിക്കുന്നു. അതേസമയം
നിയമാവർത്തന താളുകളിൽ 5-ാമത്തെ അധ്യായം 21-ാം വാക്യത്തിൽ അന്യന്റെ ഭാര്യ മോഹിക്കരുത് എന്ന കൽപ്പനയ്ക്ക് ശേഷമാണ് അന്യന്റെ ഭവനം മോഹിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് അന്യന്റെ ഭവനത്തിൽ ഒരു വസ്തുവല്ല അവന്റെ ഭാര്യ, മറ്റ് വസ്തുക്കളുടെ ഗണത്തിലല്ല അവളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനാൽ അന്യന്റെ ഭവനത്തെക്കുറിച്ചുള്ള കൽപ്പന പരാമർശിക്കുന്നതിന് മുൻപ് അന്യന്റെ ഭാര്യയെക്കുറിച്ചുള്ള പ്രമാണം വരേണ്ടതുണ്ട്. കൽപ്പനകളുടെ ക്രമം നിയമാവർത്തന ഗ്രന്ഥത്തിലുള്ളതുപോലെയാണ് കത്തോലിക്ക സഭ പിന്തുടരേണ്ടത്. ഇത് ആഗസ്തീനോസിന്റെ വാക്കുകളാണ്. കത്തോലിക്ക സഭയുടെ മതബോധനം 2066 നമുക്ക് റെഫർ ചെയ്യാം. ഇതേക്കുറിച്ച് ഞാൻ ഇതിൻ്റെ ഈ ടോക്കിൻ്റെ അവസാനത്തിൽ കുറച്ചുകൂടി വിശദമായിട്ട് പറയാം. എന്തുകൊണ്ടാണ് രണ്ട് വാക്ക് ബൈബിളിൽ തന്നെ 2 വ്യത്യസ്ത വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്, അത് വിശദമായിട്ട് നമുക്ക് ഈ 10 പ്രമാണങ്ങൾ എങ്ങനെയാണ് വർഗീകരിക്കേണ്ടത്. പ്രൊട്ടസ്റ്റന്റുകാർ, ലൂതറൻസ് ഒഴികെയുള്ള പ്രൊട്ടസ്റ്റന്റുകാർ പറയുന്ന പോലെയാണോ നമ്മുടെ നാട്ടിൽ ചർച്ച CSI, ചർച്ച സൗത്ത് ഇന്ത്യ, അതുപോലെയുള്ള പെന്തക്കോസ്ത് ദൈവസഭക്കാർ, യഹോവ സാക്ഷികൾ, അങ്ങനെയുള്ള പിന്നെ ഓർത്തഡോക്സ് സഭകൾ പലരും ഉണ്ട് അങ്ങനെ. അപ്പോൾ അവർ പറയുന്നത് പോലെയാണോ അതോ കത്തോലിക്ക സഭയും ലൂതറൻസും പറയുന്ന പോലെയാണോ വേണ്ടത്, അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷേ ഞാൻ പറയുന്നത് കേട്ടിട്ട് വേണം. അതായത് ഈ കത്തോലിക്ക സഭയുടെ നിലപാടിന് ബൈബിളിൽ അടിസ്ഥാനമുണ്ടോ? ഇതേക്കുറിച്ച് ഞാൻ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ചുകൂടി വെളിച്ചം ഈ വീഡിയോയിൽ നൽകാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, പൗരസ്ത്യ ഓർത്തഡോക്സ് സഭകളും പ്രൊട്ടസ്റ്റന്റ് സഭകളും ലൂതറൻസ് ഒഴികെയുള്ളവരും 4-ാം വാക്യം മുതൽ 6-ാം വാക്യം വരെ 2-ാം പ്രമാണമായി കരുതുന്നു. അതായത് ആരാധിക്കാനായി വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത് എന്നത് 2-ാം പ്രമാണമായി കരുതുന്നു. അത് 1-ാം പ്രമാണത്തിന്റെ ഭാഗമായിട്ടാണ് കത്തോലിക്കനും ലൂതറൻസും കരുതുന്നത് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 10 എന്ന സംഖ്യ നിലനിർത്താനായി അവര് 17-ാം വാക്യത്തിലെ 2 കൽപ്പനകളെ ദുർമുഖത്തിനെതിരെയുള്ള ഒറ്റ പ്രമാണമായി കരുതുന്നു. നമുക്ക് കാണാതെ പുറപ്പാട് 20:17 നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വിശദമായിട്ട് കാണാം. സാബത്തിനെ കുറിച്ചുള്ള പ്രമാണം, അതായത് 20-ാമത്തെ അധ്യായം 8 മുതൽ 11 വരെ വാക്യങ്ങൾ എല്ലാ ക്രൈസ്തവ സഭകളും ഒരൊറ്റ പ്രമാണമായിട്ടാണ് കരുതുന്നത്. സാബത്തിനെ കുറിച്ചുള്ള പ്രമാണം എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളും ഒരൊറ്റ പ്രമാണമായിട്ടാണ് കരുതുന്നത്. മൂന്നാമത് ഒരു കാര്യം കൂടി ഓർക്കേണ്ടത്, യേശുവിൻ്റെ മലയിലെ പ്രസംഗത്തോടെ, സവിശേഷമായിട്ട് മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം 21 മുതൽ 48 വരെ വാക്യങ്ങൾ, ഈ മലയിലെ പ്രസംഗത്തോടെ 10 പ്രമാണങ്ങളുടെ വ്യാപ്തി സീനായ് ഉടമ്പടിയിൽ നൽകപ്പെട്ടതിനേക്കാൾ വളരെ വിശാലവും ആഴവുമാക്കിയിട്ടുണ്ട്. ഇതാണ് ക്രിസ്തുധർമ്മം വിശ്വസിക്കുന്നതും പഠിപ്പിക്കുന്നതും. അതായത് പുറപ്പാട് താളിലെ ആ വചനങ്ങൾ അതിനെ കർത്താവ് പുനർവ്യാഖ്യാനിച്ചിട്ടുണ്ട്. യേശു പുനരാഖ്യാനം നൽകിയിട്ടുണ്ട്. സവിശേഷമായി മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാമത്തെ അധ്യായം 21 മുതൽ 48 വരെ, അതായത് മലയിലെ പ്രസംഗത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പോൾ യേശു 10 പ്രമാണങ്ങൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, ആഴപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പുറപ്പാട് ഗ്രന്ഥത്തിൽ ഇങ്ങനെ കിടക്കുന്നു എന്ന് പറയുന്നതിന് മുൻപ് ആ പുറപ്പാട് ഗ്രന്ഥത്തിൽ കിടക്കുന്നതും യേശു അതിന് നൽകിയ പുനരാഖ്യാനം ചേർത്ത് വെച്ചിട്ടാണ് ക്രിസ്തുധർമ്മം വിശ്വസിക്കുന്നത്. അത് ഒരിക്കലും മറക്കാൻ പാടില്ലാത്തതാണ്. ഇസ്രായേലിന്റെ വിശ്വാസത്തിന്റെയും ജീവിതത്തിന്റെയും മേഖലകളെ ബഹുദൂരം അതിശയിക്കുന്നതാണ് ക്രൈസ്തവ വെളിപാട് എന്ന കാരണത്താൽ തന്നെ ക്രിസ്തുധർമ്മത്തിന്റെ ധാർമ്മികവും ദൈവശാസ്ത്രപരമായ നിലപാടുകളും ഇസ്രായേലിന് നൽകപ്പെട്ട പ്രമാണങ്ങൾ അതിശയിക്കുന്നതാണ്. നിങ്ങളുടെ നീതി ഫരിസയരുടെയും നിയമജ്ഞരുടെയും നീതി അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കില്ല എന്ന കർത്താവ് പറഞ്ഞത്. അതിനാൽ നിയമം മോശ വഴി നൽകപ്പെട്ടെങ്കിലും കൃപയും സത്യവും നൽകപ്പെട്ടത് യേശുക്രിസ്തു വഴിയാണ്. യോഹന്നാൻ 1:17. ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ വസിച്ചു എന്ന വസ്തുതയും യേശുക്രിസ്തുവിനോട് ഉണ്ടായ കൃപ, സത്യം എന്നിവയുടെ പുതുമയും ദർശിക്കാതെ പഴയ നിയമത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്, പഴയ നിയമത്തിൽ ഇങ്ങനെ വചനം കാണുന്നുണ്ട് എന്നൊരു കാരണം മാത്രം പറഞ്ഞ് കത്തോലിക്ക സഭയുടെ നിലപാടുകളെ ചോദ്യം ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ എൻ്റെ അർത്ഥം നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ല, പുതിയ നിയമം സംഭവിച്ച കാര്യം അംഗീകരിക്കുന്നില്ല എന്നാണ്. അതായത് പഴയ നിയമത്തിലെ ഒരു വചനം പറയുമ്പോൾ അതിന് യേശു നൽകിയ വ്യാഖ്യാനവും യേശുവിൻ്റെ നിലപാടുകളും യേശു എന്ന ആള് നൽകിയിരിക്കുന്ന വെളിപാടും കൃപ അതെല്ലാം പരിഗണിക്കണം. അതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ഒരു കാര്യം ഓർക്കുക, അതിപ്പോൾ ഞാൻ യൂറോപ്പിലെ 13 രാജ്യങ്ങളിൽ, എല്ലാവരും വിചാരിക്കും ഞാൻ പോളണ്ടിൽ മാത്രമാണെന്നാണ്. അങ്ങനെയല്ല. യൂറോപ്പിലെ 13 രാജ്യങ്ങളിൽ ഞാൻ ക്ലാസ്സും കോൺഫറൻസിനും പോകുന്നുണ്ട്. അവിടെയെല്ലാം ഒരുപാട് പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാരുമായിട്ട് ഇവിടെയൊക്കെ ഒരുമിച്ചുള്ള പ്രാർത്ഥനകളുണ്ട്, ഒരുമിച്ചുള്ള കോൺഫറൻസുകളുണ്ട്. അപ്പോൾ എനിക്ക് ധാരാളം പ്രൊട്ടസ്റ്റന്റുകാരുമായിട്ട് ബന്ധമുണ്ട്. അവരെല്ലാം പറയുന്നൊരു സംഗതി എന്താ പറയാമോ, ഇങ്ങനെ മൂല്യങ്ങളെല്ലാം ഒലിച്ചു പോകുന്ന ഒരു കാലയളവിലാണെങ്കിലും
മൂല്യങ്ങളോട് ഏറ്റവും പ്രതിബദ്ധത പുലർത്തുന്നത്, അതായത് ബൈബിളിലെ യേശുക്രിസ്തു നൽകിയ, ദൈവം നൽകിയ മൂല്യങ്ങളോട് ഇന്ന് വരെയും ഏറ്റവും കൂടുതൽ പ്രതിബദ്ധത പുലർത്തുന്ന ഒരു സമുദായമുണ്ടെങ്കിൽ അത് കത്തോലിക്ക സഭയാണെന്ന്. അവർ കത്തോലിക്ക സഭയിലേക്ക് ആകർഷിക്കപ്പെടുന്നത്, പ്രൊട്ടസ്റ്റന്റുകാർ ആകർഷിക്കപ്പെടുന്നതിന് കാരണം ഇതാണ്. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നണേ, പ്രൊട്ടസ്റ്റന്റ് പാസ്റ്റേഴ്സ് നമ്മുടെ കത്തോലിക്ക ധ്യാന മന്ദിരങ്ങളിൽ പോയി കുമ്പസാരിക്കണമെന്ന് പറഞ്ഞ് വരാറുണ്ട്. ഇവിടെ ഈ ജർമ്മനിയിലൊക്കെ നേരിട്ട് എനിക്ക് അനുഭവമുണ്ട്. ഞാനൊരു പ്രൊട്ടസ്റ്റന്റ് പാസ്റ്ററാണ്, പക്ഷെ എനിക്കൊന്ന് കുമ്പസാരിച്ചാൽ കൊള്ളാം. നമുക്കൊരു പ്രയാസമുണ്ട്, കാരണം അവരെ മാമോദിസ വാലിഡ് ആണോ എന്ന് നമുക്ക് സംശയമുണ്ട്. അപ്പം അതുകൊണ്ടൊക്കെ നമുക്ക് കുമ്പസാരിപ്പിക്കാമോ എന്ന് സംശയമുണ്ട്. എങ്കിലും കുമ്പസാരിക്കാനായിട്ട് പ്രൊട്ടസ്റ്റന്റ് പാസ്റ്റേഴ്സ് എടകപ്പള്ളി പോയ ആൾക്കാരെ അറിയില്ലോ, അതുകൊണ്ട് ധ്യാന മന്ദിരത്തിൽ വരും. നമ്മുടെ പോട്ടയിൽ അച്ഛന്മാർ നടത്തുന്ന ഒരു ധ്യാന കേന്ദ്രമുണ്ട് ബെർലിനിൽ, അവിടെ വരാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, കത്തോലിക്ക സഭയുടെ നിലപാടുകൾ വളരെ ബിബ്ലിക്കലാണ്, ബൈബിളിൽ അടിസ്ഥാനമിട്ടതാണ്, മൂല്യങ്ങളോട് അങ്ങേറ്റം പ്രതിബദ്ധതയുള്ളതാണ്. പഴയ നിയമവും പുതിയ നിയമവും കണക്കിലെടുത്തിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. ഇത്രയും നമുക്ക് പ്രാരംഭമായി കണ്ടിട്ട് നമുക്കിനി ഓരോ പ്രമാണങ്ങളിലേക്ക് പോകാം. ഒന്നാം പ്രമാണം 20-ാമത്തെ അധ്യായം 1 മുതൽ 6 വരെ ഞാൻ വായിക്കാം. ദൈവം ഈ വചനങ്ങളെല്ലാം അരുളി ചെയ്തു: അടിമത്തത്തിന്റെ വീടായിരുന്ന ഈജിപ്റ്റ് ദേശത്ത് നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന യാഹ്വേയായ ഞാനാണ് നിന്റെ ദൈവം. ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിൽ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ രൂപമോ നീ നിനക്കായി ഉണ്ടാക്കരുത്. അവയുടെ മുമ്പിൽ കുമ്പിട്ട് നമസ്കരിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ ഞാൻ നിന്റെ ദൈവമായ യാഹ്വേ അസഹിഷ്ണുവായ ദൈവമാണ്. എന്നെ വെറുക്കുന്നവരിൽ പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് മക്കളുടെ 3ഉം 4ഉം തലമുറകൾ വരെ ഞാൻ ശിക്ഷിക്കും. എന്നാൽ എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവർക്ക് 1000 തലമുറ വരെ ഞാൻ കരുണ കാണിക്കും. ഏകദൈവ വിശ്വാസത്തെ നിർബന്ധമാക്കുകയാണ് ഈ പ്രമാണം. ഒരൊറ്റ ദൈവമേ ഉള്ളൂ, ഒരൊറ്റ ദൈവമേ ഉള്ളൂ. ആ ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ളത്, നമ്മളിപ്പോൾ എന്താ പറയുക, മതം ഒരു വ്യക്തിപരമായ കാര്യമാണെന്നൊക്കെ പലരും പറയും. വാസ്തവത്തിൽ അങ്ങനെയല്ല, വ്യക്തിപരമായ കാര്യമല്ല. ലോകത്തെല്ലാവരും ചെയ്യേണ്ട ഒരു സംഗതിയാണ്. ഒരേ ഒരു ദൈവമുള്ളൂ, ആ ദൈവത്തിൽ വിശ്വസിക്കുക. അത് നിർബന്ധമാക്കിയിരിക്കുകയാണ് ഈ പ്രമാണത്തിലൂടെ. ദൈവമായ യാഹ്വയെ മാത്രമേ തൻ്റെ ജനം ആരാധിക്കാവൂ. മറ്റ് ദൈവന്മാർ ആരാധിക്കുന്നതും ആരാധിക്കാനായി വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നതും ദൈവമായ യാഹ്വയെ വെച്ച് പൊറുപ്പിക്കില്ല. നിയമാവർത്തന ഗ്രന്ഥം 6-ാമത്തെ അധ്യായം 13-14 വാക്യങ്ങൾ, ലേവ്യരുടെ ഗ്രന്ഥം 26:1. അതായത് ഏകദൈവ വിശ്വാസവും തിരുസ്വരൂപങ്ങളില്ലാത്ത ആരാധനയും ഇസ്രായേലിന്റെ മതത്തെ അന്നത്തെ മറ്റ് മതങ്ങളിൽ നിന്ന് വേറിട്ടതാക്കി. ഞാൻ ഒന്ന് ആവർത്തിക്കുക: ഏകദൈവ വിശ്വാസവും തിരുസ്വരൂപങ്ങളില്ലാത്ത ആരാധനയും ഇസ്രായേലിന്റെ മതത്തെ അന്നത്തെ മറ്റ് മതങ്ങളിൽ നിന്ന് വേറിട്ടതാക്കി. കത്തോലിക്ക സഭയുടെ മതബോധനം 2084 മുതൽ 2132 വരെ നിങ്ങൾക്ക് വായിക്കാം. അന്ന് ഈ ഏകദൈവ വിശ്വാസം, അന്ന് ഇപ്പോഴും നമ്മൾ നമ്മുടെ നാട്ടിൽ ആൾക്കാർ പലരും വിചാരിക്കുന്നത് ഇല്ലേ, എൻ്റെ ദൈവങ്ങളെ, സകല ദൈവങ്ങളെ ഞാൻ വിളിച്ചു, അങ്ങനെയൊക്കെ ബഹുവചനത്തിൽ പറയും. അവരെന്താണ് ഉദ്ദേശിക്കുന്നത് അറിഞ്ഞുകൂടാ. എനിക്കത് കേൾക്കുമ്പോൾ ഒരു ചെറിയൊരു അസ്വസ്ഥത അനുഭവപ്പെടും. ഇല്ലേ, ഞാൻ സകല ഈശ്വരന്മാരെയും വിളിച്ചു, സകല ദൈവങ്ങളെയും വിളിച്ചു. അങ്ങനെ പല ദൈവങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ, ഒരൊറ്റ ദൈവമേ ഉള്ളൂ. ആ ദൈവം ഈ ഏകസത്യ ദൈവമായി യാഹ്വയാണ്, അല്ലാതെ മറ്റൊരു ദൈവം ഇല്ല. അപ്പോൾ അത് പറയും, ഓരോ മതക്കാരും അവരുടെ മതത്തെക്കുറിച്ച് പറയില്ലെന്ന് ചോദിച്ചാൽ, അതിന് ഞാൻ വിശ്വസിക്കുന്ന ഈ കാര്യത്തിൽ എനിക്ക് നീക്കുപോക്കില്ല. അത് ഉണ്ടാകാൻ പാടില്ലെന്നാണ് കർത്താവ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബഹുദൈവ വിശ്വാസികളുള്ള സമയത്ത് ഇസ്രായേലിന്റെ ഏകദൈവ വിശ്വാസം ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. മാത്രമല്ല, അതാണ് ശരിയായതും. അത് ദൈവം ഏകനാണ് എന്ന് ആദ്യമായി തിരിച്ചറിഞ്ഞ സമുദായമാണ് ഇസ്രായേൽ. അതുകൊണ്ടാണ് ഇസ്രായേലിനെ തൻ്റെ ജനമായി ദൈവം തിരഞ്ഞെടുത്തതും. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുക: ദൈവം ഏകനാണ് എന്ന് ചരിത്രത്തിൽ ആദ്യമായി തിരിച്ചറിഞ്ഞ സമുദായമാണ് ഇസ്രായേൽ. അതുകൊണ്ടാണ് ദൈവം അവരെ തിരഞ്ഞെടുത്ത് അവരിലൂടെ ലോകത്തെ സകലരെയും ഏകദൈവ വിശ്വാസത്തിൽ കൊണ്ടുവരിക എന്നുള്ളത്. അത് വിജയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അന്ന് തെരഞ്ഞെടുത്തു, ഇത്രയും വർഷങ്ങളായി ഇപ്പോൾ കുറേ പേര് ഏകദൈവ വിശ്വാസത്തിലേക്ക് വന്നല്ലോ. ഇപ്പം നമുക്ക് ഒരു 700 കോടിയിൽ മേലെ ആളുകളുണ്ടെങ്കിൽ 200 കോടി ആളുകൾ അത് വിശ്വസിക്കുന്നു. ക്രിസ്ത്യാനികൾ 200 കോടിയുണ്ട്. അതിൽ കുറച്ച് പേര് പള്ളിയിൽ പോകുന്നില്ലെന്ന് കരുതി, അല്ലെങ്കിൽ കുറച്ച് പേര് എനിക്ക് ദൈവമില്ലെന്ന് പറഞ്ഞെന്ന് കരുതി, ബഹുഭൂരിപക്ഷവും 200 കോടിയോളം ആളുകൾ ക്രിസ്ത്യാനികളുണ്ട്.
അപ്പോൾ 700 ചില്ലാനും കോടി ആളുകളിൽ 200 എന്ന് പറയുന്നത് തീരെ മോശമാണോ? ഈ 14,000 വർഷങ്ങൾ കൊണ്ട് ഇത് നടന്നില്ലേ? 4,000 വർഷം ഒരു മനുഷ്യ ചരിത്രം വെച്ച് നോക്കുകയാണെങ്കിൽ, ലോക ചരിത്രം വെച്ച് നോക്കുകയാണെങ്കിൽ ചെറിയൊരു കാലയളവല്ലേ? പിന്നെ ഏകദൈവമാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഇസ്ലാം. അവർക്ക് ദൈവസങ്കല്പത്തിൽ കുഴപ്പമുണ്ടെന്നേ ഉള്ളൂ. യഹൂദ മതത്തിൽ അവർ വിശ്വസിക്കുന്നത് ഈ ഏകദൈവത്തിൽ തന്നെയാണ്. അപ്പൊ ക്രിസ്ത്യാനികളെ കൂടാതെ ഈ യഹൂദന്മാരും കൂടി കണക്കാക്കണം. ഈ ദൈവസങ്കല്പം അത് കൃത്യമായി സ്വീകരിക്കാനായിട്ട് ഇസ്ലാമിന് കഴിഞ്ഞിട്ടില്ല. എങ്കിലും ഏകദൈവത്തിലാണ് അവർ വിശ്വസിക്കുന്നത്. നമുക്ക് ഈ യാഹ്വയെ കുറിച്ച് പറയുമ്പോൾ കുറച്ചുകൂടി അതിലേക്ക് വിശദമായിട്ട് വരാം. ചുരുക്കത്തിൽ ദൈവത്തിന്റെ പ്രോജക്റ്റ്, അതായത് ദൈവം ഏകനാണെന്ന് തിരിച്ചറിഞ്ഞു ജനത്തെ ദൈവം തെരഞ്ഞെടുത്തു, തൻ്റെ ജനമായി തെരഞ്ഞെടുത്തു. അവരിലൂടെ ലോകത്തെ മുഴുവൻ, അതായത് സകല വിജാതിരെയും ഏകദൈവവിശ്വാസത്തിൽ കൊണ്ടുവരിക എന്ന ദൈവത്തിന്റെ പ്രോജക്റ്റ് വളരെ വിജയപ്രദമായി തന്നെ മുന്നോട്ട് പോണേ. തീർച്ചയായിട്ടും ഈ 200 കോടിയിൽ 36 കോടി ആളുകളെ ഈ ഇസ്ലാം മത വിശ്വാസികൾ ആക്രമിക്കുന്നുണ്ട്. അതിന് കാരണം എന്തുകൊണ്ട് നമ്മൾ ആരെങ്കിലും ആക്രമിക്കാൻ പോകാറുണ്ട്? ക്രിസ്ത്യാനികൾ ആരെങ്കിലും ആക്രമിക്കാൻ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ ഇത്രയും സമാധാനപ്രിയരായ ക്രിസ്ത്യാനികളെ എന്തുകൊണ്ടാണ് അവർ ആക്രമിക്കുന്നത്? നമ്മുടെ വിശ്വാസം അവർക്ക് വെല്ലുവിളിയാണ് എന്നുള്ളതാണ്. നമ്മളുടെ വിശ്വാസം, അതായത് ഏകസത്യ ദൈവത്തിലുള്ള ക്രിസ്ത്യാനികളുടെ വിശ്വാസം അവർക്ക് വെല്ലുവിളി ആയതുകൊണ്ടാണ് ഈ 200 കോടിയിൽ 36 കോടി ആളുകളെ അവർ ആക്രമിക്കുന്നത്. ഇനിയും ആക്രമിച്ചുകൊണ്ടിരിക്കും. നമ്മൾ തിരിച്ചൊരു ആക്രമണം ചെയ്യില്ല. നമ്മൾ ക്ഷമിക്കുക, പൊറുക്കുക, പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്തിട്ട് തീർച്ചയായിട്ടും ഡയലോഗുകൾ മറ്റൊരുപാട് കാര്യങ്ങൾ സഭ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അതൊന്നും വിശദീകരിക്കേണ്ട വേദി അല്ലല്ലോ ഇത്. ഞാൻ പറഞ്ഞ പോയിന്റ് ഇതാണ്. നമ്മൾ തിരിച്ചൊരു ആക്രമണം നടത്താതെ നമ്മൾ ആക്രമിക്കുന്നെങ്കിൽ അതിന് അർത്ഥം എന്താണ്? നമ്മുടെ സാന്നിധ്യം അവർക്കൊരു ഭീഷണിയാണ്. എങ്ങനെ? ഏകദൈവ വിശ്വാസം എന്ന ഒറ്റ കാരണം കൊണ്ട്, ഏകദൈവ വിശ്വാസം, അത് സത്യദൈവത്തിലുള്ള വിശ്വാസം എന്ന ഒറ്റ കാരണം കൊണ്ട് നമ്മൾ യാതൊരു തരത്തിലുള്ള ശാരീരികമായിട്ടുള്ള ആക്രമണങ്ങളോ അങ്ങനെ ഒന്നും ചെയ്യാതെയും നമ്മുടെ സാന്നിധ്യം അവർക്ക് വല്ലാതെ അവരെ അലോസരപ്പെടുത്തുന്നു. അവർക്ക് വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളെ ആക്രമിക്കുന്നു. ലോകത്തിന്റെ നാനാഭാഗത്ത് നടക്കുന്ന കാര്യം പറഞ്ഞു. 36 കോടി ക്രിസ്ത്യാനികളാണ് ആക്രമിക്കപ്പെടുന്നത്. ചിലയിടത്തൊക്കെ നമ്മൾ ഇല്ലേ, പൗലോസിലേക്ക് സ്ഥാപിച്ച സഭകളുടെ അവിടെയൊക്കെ ഇപ്പൊ ക്രിസ്ത്യാനികൾ കാര്യമായിട്ടില്ല, വളരെ കുറച്ചേ ഉള്ളൂ. രൂപതകളൊക്കെ സപ്രസ് ചെയ്തിരിക്കുന്നു. ഇതൊക്കെ സങ്കടം തന്നെയാണ്. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് അതല്ല അവസാനം. അപ്പൊ നമുക്ക് നമ്മുടെ കാലയളവ് ആ 50 കൊല്ലം അല്ലെങ്കിൽ 100 കൊല്ലം കൊണ്ട് എല്ലാം ശരിപ്പെടുത്തണം എന്നൊന്നും വിചാരിക്കരുത്. ദൈവത്തിന്റെ കയ്യിലാണ് നിയന്ത്രണം. അത് നമ്മൾ വിശ്വസിക്കുക. അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഈജിപ്തിൽ നിന്നും നിന്നെ പുറത്തു കൊണ്ടുവന്ന നിന്റെ ദൈവമായ യാഹ്വയായ ഞാനാണ് നിന്റെ ദൈവം. ഈ ഒരു വിശ്വാസം നമ്മിൽ അടിയുറച്ച് അവന്റെ കൈകളിൽ നിന്ന് ലോക ചരിത്രം അവന്റെ വിരലുകളിൽ നിന്ന് ഊർന്നു പോകുമെന്ന് വിചാരിക്കരുത്. ഈ ഏകദൈവ വിശ്വാസത്തിന്റെ അടിത്തറ തന്നെ ഈ ദൈവം ഏകനാണ്, ആ ദൈവം യാഹ്വയാണ്, അവന്റെ പേര് യാഹ്വ എന്നാണ്. അത് നമ്മൾ ഉറച്ചു നിൽക്കണം. ഈ പണ്ട് നമ്മൾ ഈ കൂടോത്രം, പിന്നെ കൈരേഖ, ജ്യോതിഷം, ജ്യോത്സ്യം, വാസ്തു ഇതൊക്കെ നോക്കാൻ പോകുമ്പോൾ ഏറ്റവും വലിയ പാപം അതാണ്. കാരണം എന്താ? 1-ാം പ്രമാണത്തിനെതിരെയുള്ള പാപം അത്. അപ്പൊ ചിലപ്പോൾ പറയും, ഈ ചാത്തൻ സേവയ്ക്ക് ഏതെങ്കിലും ക്രിസ്ത്യാനി പോയാൽ പറയും അവൻ 1-ാം പ്രമാണത്തിനെതിരെ പോലും പാപം ചെയ്യുന്നതാണ്. അതായത് മറ്റേത് പാപത്തെക്കാളും വലിയൊരു പാപമാണ് 1-ാം പ്രമാണത്തിനെതിരെയുള്ള പാപം. അപ്പൊ ദൈവവുമായുള്ള ബന്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണത്. അതിന്റെ വെളിച്ചത്തിലാണ് മറ്റെല്ലാ നിയമങ്ങളും കൽപ്പനകളും 10 പ്രമാണങ്ങൾ പോലും അതിന്റെ വെളിച്ചത്തിലാണ്. ഞാൻ യാഹ്വേ ആണ് നിന്റെ ദൈവം. ഇസ്രായേൽ ജനത്തിന് നിയമങ്ങളും ചട്ടങ്ങളും നൽകാൻ യാഹ്വേക്കുള്ള അധികാരം വെളിപ്പെടുത്തിയിരിക്കുക. ഞാൻ യാഹ്വേ ആണ് നിന്റെ ദൈവം. അപ്പോൾ നിന്റെ ദൈവം ഞാനായതുകൊണ്ട് നിന്റെ മേൽ എനിക്ക് ചില അധികാരങ്ങളുണ്ട്. നിനക്ക് ചില നിയമങ്ങളും ചട്ടങ്ങളും നൽകാൻ എനിക്ക് അവകാശമുണ്ട്, അധികാരമുണ്ട്. മാത്രമല്ല ദൈവത്തിന്റെ സ്വഭാവം, ഇഷ്ടം, ഇതൊക്കെ ഇതിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഏകസത്യ ദൈവം യാഹ്വയാണ്. യാഹ്വ എന്ന വാക്ക്, അതിൻ്റെ നാമം, അതിൻ്റെ അർത്ഥങ്ങളൊന്നും ഇപ്പം നമുക്ക് പറയാൻ കഴിയില്ല. ഞാൻ ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വിശദമായിട്ട് പിന്നീട് ഒരിക്കൽ കാണാം. 4-ാമത്തെ വാക്യം, 20-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം. എന്തിൻ്റെയെങ്കിലും സാദൃശ്യമോ ഒന്നും ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ സംഗതി അതേ നമ്മൾ കേട്ടതാണത്. നമുക്കതൊന്നുകൂടി കേൾക്കാം. മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിൽ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ രൂപമോ നീ നിനക്കായി ഉണ്ടാക്കരുത്. അവയുടെ മുമ്പിൽ കുമ്പിട്ട് നമസ്കരിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത്. മരമോ ലോഹമോ
കല്ലോ ഉപയോഗിച്ച് ദൈവത്തിൻ്റെ സ്വരൂപം ആരാധിക്കാൻ വേണ്ടി ഉണ്ടാക്കാൻ പാടില്ല. നിയമാവർത്തനം 5:8 അത് ആവർത്തിച്ചിട്ടുണ്ട്. യാഹ്വയെ ഭൗതികമായതോ ജീവനുള്ളതോ ആയ ഏതെങ്കിലും രൂപങ്ങളിൽ ആവിഷ്കരിക്കുന്നതിനെ വിലക്കിയിരിക്കുകയാണ്. നിയമാവർത്തന ഗ്രന്ഥം 4:15 മുതൽ 18 വരെ. അതായത് ആരാധിക്കാനായി വിഗ്രഹം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു അപകടം ഇവിടെ മുൻകൂട്ടി കാണുക. ഈ ദേവീ ദേവന്മാരുടെ വിഗ്രഹം ഉണ്ടാക്കുന്നുണ്ടല്ലോ, മൂർത്തി എന്നാണ് അവർ വിളിക്കുക. ഈ അങ്ങനെ ഒരു വിഗ്രഹം, ദൈവത്തിൻ്റെ വിഗ്രഹം ഉണ്ടാക്കിയാൽ എന്താണ് അതിൻ്റെ ഒരു അപകടം? നമ്മൾ ഉണ്ടാക്കുകയാണല്ലോ, ദൈവത്തിൻ്റെ രൂപം നമ്മൾ ഉണ്ടാക്കുകയാണ്. അങ്ങനെ ദൈവത്തിൻ്റെ രൂപം നമ്മൾ ഉണ്ടാക്കി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ദൈവത്തെ നിയന്ത്രിക്കാം. ദൈവത്തെ ഒരു മൂർത്തിയിലേക്ക് കൊണ്ടുവന്ന്, ഒരു വിഗ്രഹത്തിലേക്ക് കൊണ്ടുവന്ന് ഇതാണ് ദൈവമെന്ന് പറഞ്ഞാൽ നമ്മുടെ താളത്തിനൊത്ത് ഈ ദൈവത്തെ നമുക്ക് നിയന്ത്രിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. അപ്പം നമുക്ക് ദൈവത്തെ നിയന്ത്രിക്കാം. അപ്പം ദൈവം അല്ലാണ്ടാകും, നമ്മൾ ദൈവമാകും, ദൈവം അല്ലാതാകും. ഈ ഒരു അപകടമുണ്ട് വിഗ്രഹാരാധനയിൽ. അതുകൊണ്ടാണ് ആരാധിക്കാനായി വിഗ്രഹം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഒരു വിഗ്രഹം ഉണ്ടാക്കാൻ പാടില്ലെന്നോ ആശാരിമാരോ മൂശാരിമാരോ കൊല്ലന്മാരോ കരുവന്മാരോ ഇങ്ങനെ ആരും പാടില്ലെന്നോ വിലക്കിയിട്ടില്ല. മാത്രമല്ല, സംഖ്യയുടെ പുസ്തകത്തിൽ 24-ാമത്തെ അധ്യായത്തിൽ 21-ാമത്തെ അധ്യായം 4 മുതൽ 9 വരെ കർത്താവ് തന്നെ ഈ പിച്ചള സർപ്പം ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. എന്നിട്ടൊരു ഒരു കോലിൽ നാട്ടി നിർത്താൻ പറയുന്നുണ്ട്, ഒരു പിച്ചള സർപ്പം. എന്നിട്ട് അതിനെ നോക്കിയാൽ, വിശ്വാസത്തോടെ നോക്കിയാൽ രക്ഷപ്രാപിക്കും. അപ്പോൾ ഒരു വിഗ്രഹത്തിലേക്ക്, പിച്ചള സർപ്പം എന്ന വിഗ്രഹത്തിലേക്ക് വിശ്വാസത്തോടെ നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളതാ. സംഖ്യയുടെ പുസ്തകം 21:4-9. അത് ആരാധിക്കാൻ വേണ്ടിയല്ല, വിശ്വാസത്തോടെയുള്ള നോട്ടമാണ്. പക്ഷേ നോക്കുന്നത് വിഗ്രഹത്തെയാണ്. അപ്പം അത് വിഗ്രഹാരാധനയായിട്ട് വരുന്നില്ല. മാത്രമല്ല, ആ പിച്ചള സർപ്പത്തെ ഹെസക്കിയ രാജാവിന്റെ കാലം വരെ എന്ന് വെച്ചാൽ ഒരു 800 വർഷക്കാലമെങ്കിലും, 800-ന് മേലെ വർഷക്കാലം അവർ ഇത് കൊണ്ടു നടന്നു. സോളമൻ ദേവാലയം പണിത് കഴിഞ്ഞപ്പോൾ ആ ദേവാലയത്തിൽ ഇത് പ്രതിഷ്ഠിച്ചു. ഈ പിച്ചള സർപ്പം, ഈ മോശ ഉണ്ടാക്കിയ പിച്ചള സർപ്പം അവർ കൊണ്ടു നടക്കുകയും സോളമന്റെ ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഹെസക്കിയ രാജാവ്, അതായത് ഇമ്മാനുവൽ ശിശു എന്ന് പറയുന്ന ഹെസക്കിയ രാജാവ്, ആ ഹെസക്കിയ രാജാവാണ് നെഹുഷ്താൻ എന്നാണ് ഇതിനെ വിളിച്ചിരുന്നത്, ഈ പിച്ചള സർപ്പത്തെ. ആ നെഹുഷ്താൻ എന്ന് പറയുന്ന പിച്ചള സർപ്പത്തെ നശിപ്പിച്ചത് ഹെസക്കിയ രാജാവാണ്. അതുവരെ അവര് ദേവാലയത്തിൽ ഈ പിച്ചള സർപ്പം, ജെറൂസലേം ദേവാലയത്തിൽ പിച്ചള സർപ്പം ഉണ്ടായിരുന്നു ഓർക്കണം. നിങ്ങൾക്ക് രാജകുമാര പുസ്തകത്തിൽ കാണാം ഈ ഹെസക്കിയ രാജാവ് ഈ പിച്ചള സർപ്പം നശിപ്പിക്കുന്ന കഥയൊക്കെ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രാജകുമാര പുസ്തകത്തിൽ രണ്ടാമത്തെ പുസ്തകത്തിൽ 18-ാമത്തെ അധ്യായം, 18 മുതലുള്ള അധ്യായങ്ങൾ കാണാം. ഞാൻ പറഞ്ഞു വന്നത്, ഈ ദൈവത്തെ ആരാധിക്കാനായി വിഗ്രഹം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞിട്ട് ആ ദൈവം തന്നെയാണ് പിച്ചള സർപ്പം ഉണ്ടാക്കാൻ പറയണേ. തീർന്നില്ല. ഈ ദൈവം എഴുന്നള്ളിയിരിക്കുന്നെന്ന് വിചാരിക്കുന്ന കൃപാസനം, അതായത് ഉടമ്പടിയുടെ പേടകം എന്ന് പറയുന്നത് ഒരു പേടകം, ആ പേടകത്തിൻ്റെ മൂടിയാണ് ഈ കൃപാസനം എന്ന് പറയണേ. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും 2 മാലാഖമാരുടെ, കെരൂബ് മാലാഖമാരുടെ രൂപം വയ്ക്കാനാണ് പറഞ്ഞേ. ഈ പേടകത്തിനുള്ളിലാണ് 3 സംഗതികൾ. എന്നാണ്? ഒരു സ്വർണ്ണ കലശത്തിൽ മന്ന, പിന്നെ നടുക്ക് അഹറോന്റെ തളിർത്ത വടി, പിന്നെ ഈ ദൈവകൽപ്പനയുടെ 2 കല്ലുകൾ. ഏറ്റവും വിശുദ്ധമായ സ്ഥലത്ത് 2 കല്ല്, ഒരു വടി, ഒരു സ്വർണ്ണ കലശം. അതിൻ്റെ മുകളിൽ 2 മാലാഖമാര്. ആ മാലാഖമാരുടെ നടുക്കാണ് ദൈവം എഴുന്നള്ളിയിരിക്കുന്നതായിട്ട് സങ്കല്പിക്കണേ. ഏറ്റവും പരമപരിശുദ്ധ സ്ഥലത്ത് 2 മാലാഖമാരുടെ തിരുസ്വരൂപം, അതിന് താഴെ 2 കല്ല്, ഒരു വടി, പിന്നെ സ്വർണ്ണ കലശം. നമ്മളൊരു കത്തോലിക്ക പള്ളിയിൽ പോയാൽ ഇതിന്റെ പുതിയ ഉടമ്പടിയിലെ അർത്ഥം കാണാം. സ്വർണ്ണ കലശത്തിൽ മന്നയ്ക്ക് പകരം ഇപ്പൊ സ്വർണ്ണ കലശത്തിൽ വിശുദ്ധ കുർബാന. അഹറോന് തളിർത്ത വടിക്ക് പകരം മഹാപുരോഹിതനായ യേശുവിന്റെ വടി, കുരിശ്. പിന്നെ 2 കല്ലുകൾക്ക് പകരം ബൈബിള്. അപ്പൊ ഈ പഴയ നിയമത്തിലെ അത് പുതിയ ഉടമ്പടിയുടെ പശ്ചാത്തലത്തിൽ അതിന് പുതിയ അർത്ഥം വരികയും പുതിയ രൂപത്തിൽ ആവിഷ്കരിക്കുകയും ചെയ്യണം. ഇതിനേക്കാളും ബിബ്ലിക്കലായിട്ട് ഏതെങ്കിലും ഒരു സഭാ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റുമോ? അപ്പോൾ കെരൂബ് മാലാഖമാർ ഉണ്ടാക്കണമെന്നും എങ്ങനെ ഉണ്ടാക്കണമെന്നും ഒക്കെ കർത്താവ് കൃത്യം നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. ചുരുക്കത്തില് ഈ ആരാധിക്കാനായി വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത് എന്ന കൽപ്പന അതിനെ ആപേക്ഷികമാക്കുന്ന, റിലേറ്റീവ് ആക്കുന്ന ഒരുപാട് സംഗതികൾ കർത്താവ് തന്നെ കൽപ്പിച്ചിട്ടുണ്ട്.
പുറപ്പാട് പുസ്തകം 25-ാമത്തെ അധ്യായത്തില് 17 മുതൽ 22 വരെ ഈ കെരൂബ് മാലാഖമാരെ എങ്ങനെ ഉണ്ടാക്കണമെന്നും എങ്ങനെ സ്ഥാപിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അതിന് ഡെവലപ്മെന്റ് വരുന്നുണ്ട്. സോളമന്റെ കാലം വരുമ്പോഴേക്കും ആ കെരൂബ് മാലാഖമാർ ഉണ്ടാക്കുന്നതിൽ തന്നെ കുറച്ചുകൂടി വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. എന്നാലും ആ കെരൂബ് മാലാഖമാരുടെ രൂപം എപ്പോഴും ഉണ്ടായിരുന്നു, ഒരു കാലത്തും അത് നശിപ്പിച്ചിട്ടില്ല. ചുരുക്കത്തില് വിഗ്രഹങ്ങൾ പാടില്ല, കത്തോലിക്ക സഭയിൽ മുഴുവൻ വിഗ്രഹങ്ങളാണെന്ന് പറയുന്നവരെ ഒരു വചനത്തെ അല്ലേ ആബ്സല്യൂട്ടൈസ് ചെയ്ത് അല്ലേ അതിന് പരമപ്രാധാന്യം കൊടുത്ത് കർത്താവിന്റെ തന്നെ മറ്റു വചനങ്ങളെ അവഗണിക്കുകയാണ്. അതൊരു മര്യാദയാണോ? അതൊരു മര്യാദയാണോ? പുറപ്പാട് പുസ്തകത്തിൽ 25-ാമത്തെ അധ്യായം 17 മുതൽ 22 വാക്യങ്ങൾ വേണ്ട എന്നും ഈ പറഞ്ഞിരിക്കുന്ന 4-ാമത്തെ വാക്യം 20-ാമത്തെ അധ്യായത്തില് 4-ാമത്തെ വാക്യം മാത്രം മതി എന്നും പറയുന്നത് ഒരു മര്യാദയുള്ള ഏർപ്പാടായി തോന്നണുണ്ടോ? തീർന്നില്ല. ഈ ദൈവത്തെ സാഹിത്യപരമായി വർണ്ണിക്കുന്നു, ആലങ്കാരിക ഭാഷയിൽ അവതരിപ്പിക്കുന്നു, ചില ചിത്രവിധാനങ്ങളിൽ അവതരിപ്പിക്കുന്നു. ബൈബിളിൽ ചിത്രവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഉദാഹരണം, ദൈവമായ യാഹ്വേ ഏദൻ തോട്ടത്തിൽ സായാഹ്ന സവാരിക്ക് പോകുന്നു. ഉൽപ്പത്തി 3:8. ദൈവത്തിന്റെ ഹൃദയം ദുഃഖിച്ചു. ദൈവത്തിന്റെ ഹൃദയം ദുഃഖിച്ചു. ഉൽപ്പത്തി 6:6. ദൈവത്തിന്റെ കൈ. പുറപ്പാട് 7:5. ദൈവത്തിന്റെ ഭുജം. ഹോശയ്യ പ്രവാചകൻ 11:3. ദൈവത്തിന്റെ മുഖം. സങ്കീർത്തനം 27:8. ദൈവത്തിന്റെ വെളുത്ത മുടി. ദാനിയേൽ 7:9. ദൈവത്തിന്റെ വെളുത്ത മുടി, ദൈവത്തിന്റെ ഭുജം, ദൈവത്തിന്റെ മുഖം. ഇതൊക്കെ ബൈബിൾ പറഞ്ഞിരിക്കുന്ന വചനങ്ങളാണ്. അതായത് ചിത്രവിധാനങ്ങളിലൂടെയാണ് ദൈവത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ദൈവം ആത്മാവാണ്, ഒരു സംശയവുമില്ല. പക്ഷെ നമ്മൾ ആത്മാവ് മാത്രമല്ല, നമ്മൾ ദേഹം, ദേഹി, ആത്മാവ്, അങ്ങനെ 3 സംഗതികളാണ്. അപ്പോൾ ദേഹവും ദേഹിയും ആത്മാവുള്ള മനുഷ്യനോട് വെറും ആത്മാവായിരിക്കുന്ന അല്ലെങ്കിൽ ശുദ്ധ ആത്മാവായിരിക്കുന്ന ദൈവത്തെ അവതരിപ്പിക്കാൻ ദേഹരൂപങ്ങൾ വേണം. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഈ ദൈവത്തിന്റെ മുഖം, ദൈവത്തിന്റെ വെളുത്ത മുടി, ദൈവത്തിന്റെ കൈ, ദൈവത്തിന്റെ ഹൃദയം എന്നൊക്കെ ബൈബിൾ പറയുന്നുണ്ട്. അതൊക്കെ ചിത്രവിധാനങ്ങളല്ലേ? അത് ഭാഷയിലെ വാക്കുകളാണ്. ഈ മഷിയും ഇത് ഉപയോഗിച്ച് എഴുതുന്ന പോലെ പെയിന്റ് ഉപയോഗിച്ച് ചെയ്യുന്നതിൽ എന്താണ് തെറ്റ്? അത് ബൈബിളിൽ അടിസ്ഥാനമിട്ടതല്ലേ? ഈ ദൈവത്തിന്റെ വെളുത്ത മുടി എന്ന് ദാനിയേൽ 7:9 പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചിത്രം ഉണ്ടാവില്ലേ? ദൈവത്തിന്റെ ഹൃദയം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ചിത്രം വരില്ലേ? ദൈവത്തിന്റെ കൈയും ഭുജം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ഒരു ചിത്രം വരില്ലേ? ദൈവത്തിന്റെ മുഖം എന്ന് പറയുമ്പോൾ സങ്കീർത്തനം 27:8 പറയുമ്പോൾ അപ്പോൾ നമ്മുടെ മനസ്സിലൊരു ദൈവത്തിന്റെ മുഖം വരില്ലേ? ഇതൊക്കെയും വേണമെങ്കിൽ വിഗ്രഹാരാധന എന്ന് പറയാം. പക്ഷെ ബൈബിളിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ തിരുവചനങ്ങൾ അടക്കമാണ് നിങ്ങളോട് പറഞ്ഞത്. തിരുവചനങ്ങൾ അടക്കം നിങ്ങളുടെ ബൈബിളിൽ ഉണ്ടോ നോക്കൂ. ചുരുക്കത്തില് ക്രിസ്തുധർമ്മത്തിന് മുമ്പ് പണിയപ്പെട്ട യഹൂദന്മാരുടെ സിനഗോഗുകളില് ചുമർ ചിത്രങ്ങൾ വെക്കാൻ കാരണം ഇതാണ്. അതായത് യഹൂദന്മാരാണല്ലോ ഏകദൈവ വിശ്വാസത്തിൽ ആദ്യം വന്നവര്. ഇസ്രായേല് ക്രിസ്തു ധർമ്മത്തിന് മുമ്പ് പണിയപ്പെട്ട യഹൂദന്മാരുടെ സിനഗോഗ് പരിശോധിക്കു പോയി. ചുമർ ചിത്രങ്ങൾ കാണാം. അതായത് അവിടെ തിരുക്കർമ്മങ്ങൾ ഇല്ലാത്ത സമയത്ത് സിനഗോഗിൽ പ്രവേശിക്കുന്നവരോട് വചനം പ്രസംഗിക്കാനാണ് ഈ ചുമർ ചിത്രങ്ങൾ. ബൈബിളിൽ രംഗങ്ങൾ അവതരിപ്പിച്ചിരിക്കുക. നമ്മളിപ്പോൾ ഒരു ബൈബിൾ എന്ന് പറഞ്ഞാൽ ഇല്ലേ പേപ്പറും കാർബണും, അതിലൂടെയല്ലേ വചനം പറയണേ. അതുപോലെ പെയിന്റ് ഉപയോഗിച്ചിട്ട് ചിത്രം വരച്ചാൽ വചനം തന്നെയല്ലേ പ്രസംഗിക്കണേ. ഞാൻ പറഞ്ഞ ലോജിക്ക് മനസ്സിലാക്കുന്നുണ്ടോ? നമ്മൾ ബൈബിൾ എന്ന് പറഞ്ഞാൽ പേപ്പറും കാർബണുമാണ് അല്ലേ, എഴുത്ത്, കാർബൺ, മഷി. അപ്പോൾ അതിലൂടെ ഇപ്പോൾ ഇലക്ട്രോണിക് ഫോം ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഇലക്ട്രോണിക് ഫോം, നമുക്കിപ്പോൾ ഇങ്ങനെ ഇലക്ട്രോണിക് ഫോം ഉണ്ട്. ഇത് ബൈബിള്, ഇത് ഇലക്ട്രോണിക് ഫോമാണ്. പക്ഷെ ഇതിനകത്തും ഇതൊരു വിഗ്രഹം പോലെ തോന്നിക്കല്ലേ? അപ്പോൾ വിഗ്രഹമാണോ? അത് അല്ല. ബൈബിള് പുസ്തകവും മഷിയും ഒക്കെ ഉപയോഗിക്കുന്നെങ്കിൽ അതുപോലെ തന്നെ പെയിന്റും ബ്രഷ് ഉപയോഗിച്ചിട്ട് ഈ ബൈബിൾ കണ്ട ചിത്ര വിധാനങ്ങൾ അവതരിപ്പിക്കുന്നതിൽ അതെങ്ങനെയാണ് വിഗ്രഹാരാധനയാവുക? അപ്പോ തിരുസ്വരൂപങ്ങളുടെ ലക്ഷ്യവും, അതായത് ഈ കെരൂബുകള് ഇല്ലേ, കെരൂബുകൾ പോലെയുള്ള തിരുസ്വരൂപങ്ങള്, ഈ അഹരോന് തളിർത്ത വടി, സ്വർണ്ണക്കലശത്തിൽ മന്ന, 2 കല്ലുകള്, ഇങ്ങനെയുള്ള സംഗതികളും തിരുസ്വരൂപങ്ങള്, പിച്ചള സർപ്പം, ഇതിനൊക്കെ ലക്ഷ്യം ഈ പറഞ്ഞ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഒരു ദൈവചിന്തയുണ്ടാക്കുക. 2 വചനം പ്രഘോഷിക്കുക. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കുട്ടികളെ ധ്യാനിപ്പിക്കുകയായിരുന്നു. 5 ഇടവകളിൽ
അപ്പോൾ ഞാൻ കുട്ടികളോട് ചോദിച്ചു, ഈ കെട്ടിടത്തിൻ്റെ സവിശേഷത എന്താണ്? അപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ കർത്താവിൻ്റെ ഇതുണ്ട്, സക്രാരിയുണ്ട്, കുരിശുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഇതൊന്നുമില്ലെങ്കിൽ എന്തായിരിക്കും? അപ്പോൾ അവർ പറഞ്ഞു, അപ്പോൾ ഒരു വെറും ഹോള് പോലെയാവും, ഒരു ദൈവിക വികാരം ഉണ്ടാകില്ല. നമ്മളൊരു പാട്ട് സമ്മേളനം നടക്കുമ്പോൾ എന്തിനാണ് കൊടിത്തോരണങ്ങളൊക്കെ ആയിട്ട് ഈ പട്ടണം മുഴുവൻ ചൊമ്പിക്കണവർ? എങ്കിലേ ഉചിതമായി വികാരം ഉണ്ടാകൂ. ഇപ്പോൾ നമ്മൾ റിപ്പബ്ലിക് ഡേക്കോ സ്വാതന്ത്ര്യ ദിനത്തിനൊക്കെ എന്തിനാണ് ഇത്രമാത്രം ആഘോഷങ്ങൾ? ദേശവികാരം, ദേശീയത ഉണർത്താൻ ഇതൊക്കെ ആവശ്യമാണ്. അപ്പം ഇതൊക്കെ വേണ്ടെന്ന് പറഞ്ഞാലത്തെ കുഴപ്പം, ഈ ദൈവചിന്ത ഉണരില്ല. കാരണം നമ്മൾ ആത്മാവ് മാത്രമല്ല, നമ്മൾ ദേഹി ആത്മാവാണ്. അതിനാൽ നമ്മുടെ ആത്മാവ് മാത്രം ഉണർന്നാൽ പോരാ, ദേഹവും ഉണരണം, മനസ്സും ഉണരണം. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ ഉണരുമ്പോഴാണ് ഈ ദൈവചിന്ത ശരിയായി വരിക. അതുകൊണ്ടാണ് ഇതൊക്കെ വേണമെന്ന് പറയണേ. തീർന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതൊക്കെ ഞാൻ പല വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്, വീണ്ടും വീണ്ടും പറയുകയാണ്. ഈ സന്ദർഭത്തിൽ പറയേണ്ടതായതുകൊണ്ട് പറയാണ്. ദൈവത്തിൻ്റെ യഥാർത്ഥ സ്വരൂപത്തിൽ ഇമേജ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്, യേശു ഭൂമിയിൽ വന്നു. കൊളോസ്യ ലേഖനം 1:15. അവനിൽ ദൈവത്വത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നു. കൊളോസ്യ ലേഖനം 2:9. ഞാൻ അത് രണ്ടും ഒന്നുകൂടി വായിക്കുകയാണേ. ഇത് രണ്ടും ബൈബിളിലെ വചനങ്ങളാണ്, പുതിയ നിയമത്തിലെ. ദൈവത്തിന്റെ യഥാർത്ഥ സ്വരൂപത്തിൽ ഇമേജ് യേശു ഭൂമിയിൽ വന്നു. കൊളോസ്യ ലേഖനം 1:15. അവനിൽ ദൈവത്വത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപത്തിൽ വസിക്കുന്നു. കൊളോസ്യ ലേഖനം 2:9. ഉള്ളത് കൊണ്ട് സീനായി ഉടമ്പടി നൽകപ്പെട്ട വിലക്കിനെ, സ്വരൂപങ്ങൾ ഉണ്ടാക്കരുതെന്ന വിലക്കിനെ മറികടക്കുന്ന പുതിയൊരു ആരാധനക്രമം ആരംഭിച്ചു. ഞാൻ ഒന്നുകൂടി പറയാണ്. ദൈവത്തിന്റെ യഥാർത്ഥ സ്വരൂപത്തിൽ ഇമേജ് യേശു ഭൂമിയിൽ വരികയും അവനിൽ ദൈവത്വത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുകയും ചെയ്യുന്നതിനാൽ സീനായി ഉടമ്പടിയിൽ നൽകപ്പെട്ട വിലക്കിനെ, സ്വരൂപങ്ങൾ ഉണ്ടാക്കരുത് എന്ന വിലക്കിനെ മറികടക്കുന്ന പുതിയൊരു ആരാധനക്രമം ആരംഭിക്കുകയായിരുന്നു. ദൈവത്തിന് മനുഷ്യനാകാൻ കഴിയില്ല എന്ന് കരുതിയിരുന്ന യഹൂദരുടെ നിയമമാണ് സ്വരൂപ വിലക്കിന് പുറകിലുള്ളത്. അദൃശ്യനായ ദൈവം പുത്രനിൽ സ്വയം ദൃശ്യനാകാൻ തീരുമാനിച്ചതോടെ, യോഹന്നാൻ 14:9, അദൃശ്യനായ ദൈവം തൻ്റെ പുത്രനിൽ സ്വയം ദൃശ്യനാകാൻ തീരുമാനിച്ചതോടെ ആ വിലക്കിനെ മറികടന്ന് ദൃശ്യവും കലാപരവുമായ സ്വരൂപങ്ങൾ ഉണ്ടാക്കാൻ സഭയ്ക്ക് യഥാർത്ഥമായ അധികാരവും അവകാശവും കൈവന്നു. അതിനാൽ സ്വരൂപങ്ങളെ തീർത്തും വിലക്കുന്നത് ദൈവത്തിന്റെ മനുഷ്യാവതാരത്തെ നിഷേധിക്കുന്നതിലേക്ക് നയിക്കും. സ്വരൂപങ്ങളെ തീർത്തും വിലക്കുന്നത് ദൈവത്തിന്റെ മനുഷ്യാവതാരത്തെ നിഷേധിക്കുന്നതിന് തുല്യമാകും. ക്രിസ്തുവിന്റെ പ്രതിരൂപം ദൃശ്യമാകുന്ന തരത്തിൽ മാലാഖമാരുടെയും, കേരൂപ മാലാഖമാർ പോലെ മാലാഖമാരുടെയും വിശുദ്ധരുടെയും സ്വരൂപങ്ങൾ ഉണ്ടാക്കുന്നതിലും തെറ്റില്ല. അവയെ ആരാധിക്കുന്ന അവസ്ഥയുണ്ടാകരുത്. ആരാധന എന്ന് പറഞ്ഞാൽ, ഒറ്റ വാക്കിൽ ഇതേക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പിന്നീട് ഒരിക്കൽ പറയാം. ആരാധന എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ആരാധനയെ ശരിയായ ആരാധന ബൈബിളിലുള്ളൂ, അത് ബലിയാണ്. ബലിയെ മാത്രമാണ് ബൈബിൾ ആരാധന എന്ന് വിളിക്കുന്നത്. ഞാൻ ഒന്നുകൂടി പറയാം, ബലിയെ മാത്രമാണ് ബൈബിള് ആരാധന എന്ന് വിളിക്കുന്നത്. അതായത് ഏകസത്യ ദൈവത്തിന് ചേർന്ന ആരാധന ബലി മാത്രമാണ്. അപ്പോൾ തിരുസ്വരൂപങ്ങൾ ആരാധിക്കരുതെന്ന് പറഞ്ഞാൽ കുമ്പിടുന്നതോ വണങ്ങുന്നതോ ഒന്നുമല്ല പുതിയ നിയമത്തിന്റെ കാഴ്ചപ്പാടനുസരിച്ച് ആരാധന എന്ന് പറഞ്ഞാൽ ബലിയാണ്. ഏതെങ്കിലും കത്തോലിക്ക ദേവാലയത്തില് ഏതെങ്കിലും വിശുദ്ധനോ പരിശുദ്ധ കന്യാമറിയത്തിനോ നമ്മൾ ബലിയർപ്പിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇത് ഞാൻ ആവർത്തിച്ച് പറയാണ്. ഇതിന്റെ വിശദാംശങ്ങളൊക്കെ ഞാൻ പിന്നീട് നൽകാം. ഇപ്പൊ ഞാൻ പറഞ്ഞത് വിശ്വസിക്കൂ. ദൈവത്തിന് ചേർന്ന ആരാധന ബലി മാത്രമാണ്. അതിനാൽ നമസ്കരിക്കുന്നതോ കുമ്പിടുന്നതോ അല്ല ആരാധന, ബലി അർപ്പിക്കുന്നതാണ്. ഒരു കത്തോലിക്ക ദേവാലയത്തിലും പരിശുദ്ധ കന്യകാമരത്തിനോ ഏതെങ്കിലും വിശുദ്ധന്മാർക്കോ ബലി അർപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു കത്തോലിക്കനും പരിശുദ്ധ കന്യകാമരത്തെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിശുദ്ധരെയോ ആരാധിക്കുന്നില്ല. അവർക്ക് ആർക്കും നമ്മൾ ബലി അർപ്പിക്കുന്നില്ല. ഈ ഒരു അന്തരം, ഇത് ബലി മാത്രമാണ് ആരാധന എന്ന അന്തരം ഒരു പക്ഷേ അകത്തോലിക്കർക്ക് മനസ്സിലാക്കണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ കത്തോലിക്കര് വിഗ്രഹാരാധകരാണ്, വിഗ്രഹാരാധന ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ.
ഞാൻ ആവർത്തിക്കുന്നു, മൂന്നാം വട്ടം ആവർത്തിക്കുന്നു. ഏകസത്യ ദൈവത്തിന് ചേർന്ന ആരാധന ബലി മാത്രമാണ്. കത്തോലിക്ക സഭയിൽ ബലി അർപ്പിക്കുന്നത് ഏകസത്യ ദൈവത്തിന് മാത്രമാണ്. അല്ലാതെ ഒരു വിശുദ്ധനും പരിശുദ്ധ കന്യകാമരത്തിന് നമ്മൾ ബലി അർപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പരിശുദ്ധ കന്യകാമരത്തെയോ വിശുദ്ധരെയോ വണങ്ങുന്നില്ല. ഈ ഏകസത്യ ദൈവം എഴുന്നള്ളിയിരിക്കുന്ന കൃപാസനത്തിന് അപ്പുറത്തും ഇപ്പുറത്തും മാലാഖമാരെ വെക്കണം എന്ന് കർത്താവ് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഏകസത്യ ദൈവമായ ദൈവത്തിന്റെ മനുഷ്യനായി വന്ന യേശുവിന്റെ അപ്പുറത്തും ഇപ്പുറത്തും പരിശുദ്ധ കന്യകാമരത്തിന്റെയോ വിശുദ്ധരുടെയോ തിരുസ്വരൂപങ്ങൾ വെക്കുന്നതിൽ യാതൊരു തെറ്റും ബൈബിൾ കാണുന്നില്ല. ഈ കൃപാസനം എന്ന് പറയുന്ന ദൈവം എഴുന്നള്ളിരിക്കുന്നതിന് അപ്പുറത്തും ഇപ്പുറത്തല്ലേ മാലാഖമാരുടെ സ്വരൂപം ഉണ്ടാക്കി വെക്കാൻ ദൈവം പറഞ്ഞത്. അപ്പോൾ ദൈവം മനുഷ്യനായി വന്ന അവന്റെ അപ്പുറത്തും ഇപ്പുറത്തും മറിയവും ജോസഫും മറ്റു വിശുദ്ധരും മാലാഖമാരും നിൽക്കുന്നത് ബിബ്ലിക്കലല്ലേ, വേദപുസ്തകത്തിൽ അടിസ്ഥാനമിട്ടതല്ലേ? അതോ ഈ തിരുവചനങ്ങൾ ഈ കത്തോലിക്കരെ കുറ്റപ്പെടുത്തുന്നവരുടെ ബൈബിളിൽ ഇല്ലേ? ഞാൻ കുറ്റപ്പെടുത്താൻ വേണ്ടി, പരിഹസിക്കാൻ വേണ്ടി പറയല്ല. നിങ്ങളിങ്ങനെ ആക്രമിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയണേ. ചുരുക്കത്തിൽ വിശുദ്ധ കലയും മനുഷ്യാവതാരവും തമ്മിലുള്ള കണ്ണി നമ്മൾ നിഷേധിക്കരുത്. നിക്കായിലെ രണ്ടാമത്തെ സുഗനോദോസ് ക്രിസ്തുവർഷം 787 ഇത് വ്യക്തമായി നിർവചിച്ചിട്ടുള്ളതാണ്. കത്തോലിക്ക സഭയുടെ മതബോധനം 1159 മുതൽ 1162 വരെ നിങ്ങൾക്ക് വായിക്കാം. എങ്കിലും തിരുസ്വരൂപങ്ങളുടെ ആധിക്യം ഉണ്ടാകാതിരിക്കാൻ മെത്രാന്മാരും വൈദികരും മനസ്സിരുത്തണം. സവിശേഷമായി ഈ പൗരത്വ സഭകളിൽ തിരുസ്വരൂപങ്ങൾ ഉപയോഗിക്കുന്ന പതിവില്ല. ഐക്കണുകളാണ് ഉപയോഗിക്കുക, ചിത്രങ്ങൾ. അത് വിശുദ്ധ പെയിന്റിങ്സ് ആണ്, വിശുദ്ധ ചിത്രകല, അതാണ് ഉപയോഗിക്കുക പൗരസ്ത്യ സഭകളിൽ. അതുകൊണ്ട് പൗരസ്ത്യ സഭകളുടെ പാരമ്പര്യമുള്ള സീറോ മലബാർ സഭയിലും മലങ്കര സഭയിലും ഒക്കെ തിരുസ്വരൂപങ്ങൾ ഉപയോഗിക്കുന്ന പതിവില്ല. നമ്മുടെ വീടുകളിലും പതിവില്ല. നമ്മുടെ വീടുകളിൽ തിരുസ്വരൂപങ്ങൾ ഉപയോഗിക്കില്ല, മറിച്ച് ഈ ഐക്കണുകളാണ് ഉപയോഗിക്കുക. ഐക്കണുകളാണ് ഉപയോഗിക്കേണ്ടത്, തിരുസ്വരൂപങ്ങളല്ല, പ്രത്യേകിച്ച് പൗരത്വ സഭകളിൽ. അതേസമയം തിരുസ്വരൂപങ്ങളെ അവഗണിക്കാൻ പാടില്ലെന്നും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആത്മാവിലും സത്യത്തിനുമുള്ള ആരാധന വിശുദ്ധ കുർബാനയാണ്. ആത്മാവെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്, സത്യം എന്ന് പറയുന്നത് വചനമാണ്. വചനപ്രഘോഷണവും ആ വചനപ്രഘോഷണത്തിന് ശേഷം വചനത്തിന് ജീവൻ വയ്ക്കുന്ന അനാഫറയും, അതാണ് ആത്മാവിലും സത്യത്തിനുമുള്ള ആരാധന. ആ ആരാധന, ആത്മാവിലും സത്യത്തിനുമുള്ള ആരാധനയായ പരിശുദ്ധ കുർബാനയെ, ആ കുർബാനയുടെ പ്രാധാന്യം പ്രഭ മങ്ങുന്ന തരത്തിൽ തിരുസ്വരൂപ പ്രദർശനം പാടേയില്ല. ആത്മാവിലും സത്യത്തിനുമുള്ള ആരാധനയായ പരിശുദ്ധ കുർബാനയുടെ പ്രാധാന്യവും പ്രഭയും മങ്ങുന്ന തരത്തിൽ തിരുസ്വരൂപ പ്രദർശനം പള്ളിയിൽ പാടില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് തിരുവചനങ്ങളുണ്ട്. നിയമാവർത്തനം 4:7, 15 മുതൽ 19, 1 രാജാക്കന്മാർ 6:23, 2 ദിനവൃത്താന്തം 3:10, യെശയ്യാ 40:20 ഇവയുടെയൊക്കെ വ്യാഖ്യാനങ്ങൾ നൽകുമ്പോൾ ഇത് മാറ്റി ചേർന്ന് പോകുന്ന ഒരുപാട് സംഗതികളുണ്ട്. 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്ന മറ്റൊരു വചനമാണ് ഭൂമിക്കടിയിലെ വെള്ളം. ഭൂമിയുടെ മണ്ണിന് താഴെ ഒരു അധോലോക സമുദ്രമുണ്ടെന്നായിരുന്നു പണ്ടത്തെ സെമിറ്റിക് മനുഷ്യരുടെ പ്രപഞ്ചശാസ്ത്രം കരുതിയിരുന്നത്. അതിനെയാണ് അവർ ആഴമെന്ന് വിളിച്ചത്. ഉൽപ്പത്തി 7:11, നിയമാവർത്തനം 33:13, യോന 2:5. ഇക്കാരണത്താൽ 3 തട്ടുകളുടെ ഘടനയായിട്ടാണ് ലോകത്തെ അവർ വീക്ഷിച്ചത്. മുകളിൽ ആകാശം, താഴെ ഭൂമി, ഭൂമിക്കടിയിൽ പാതാളം. ഫിലിപ്പിയ ലേഖനം 2:10, വെളിപാട് 5:3. അതിനാൽ ആകാശത്തിലെയോ ഭൂമിയിലെയോ ഭൂമിക്കടിയിലെയോ ഏതിൻ്റെയെങ്കിലും ഭൗതിക രൂപത്തിൽ ദൈവത്തെ ചിത്രീകരിക്കാൻ പാടില്ലെന്ന് ദൈവം 1-ാം പ്രമാണം കൽപ്പിക്കുന്നു. അതായത് സൃഷ്ടിക്കപ്പെട്ട ഏതിൻ്റെയെങ്കിലും രൂപത്തിൽ ദൈവത്തെ അവതരിപ്പിക്കാൻ പാടില്ല. കത്തോലിക്ക ദേവാലയങ്ങൾ നമ്മൾ ദൈവത്തിൻ്റെ രൂപം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. വളരെ അപൂർവം ചുമർചിത്രങ്ങളിൽ ഇങ്ങനെ വെളുത്ത മുടിയുള്ള ഇല്ലേ പിതാവായ ദൈവത്തെ അവതരിപ്പിക്കുന്നത് അപൂർവം ചില സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് പക്ഷേ ദാനിയേലിന്റെ ഗ്രന്ഥത്തിൽ 7:9 വെളിച്ചത്തിലാണ്. വെളുത്ത മുടിയുള്ള, മുഖമുള്ള, ഭുജമുള്ള, അങ്ങനെ ഒരു ഇല്ലേ ഹൃദയമുള്ള ദൈവത്തെ ബൈബിൾ അവതരിപ്പിച്ചിട്ടുണ്ട്, അതിൻ്റെ വെളിച്ചത്തിലാണ്. അതുകൊണ്ട് ഈ ദൈവത്തിൻ്റെ രൂപം നമ്മൾ ആ ഒരു സ്ഥലത്തും ഉണ്ടാക്കി വെച്ചിട്ടില്ല. യാഹ്വേയുടെ രൂപം നമ്മൾ എവിടെയെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? ഇല്ല. ദൈവം മനുഷ്യനായി ഭൂമിയിൽ, എന്നിട്ട് വസിച്ചു ഇല്ലേ. ഞങ്ങളവനെ കണ്ടു, തൊട്ടു, എന്നെല്ലാം കണ്ണുകൊണ്ട് കണ്ടു, കാതുകൊണ്ട് കേട്ടു, ഞങ്ങൾ സ്പർശിച്ചു എന്നൊക്കെയാണ് യോഹന്നാന്റെ ലേഖനം, 1-ാമത്തെ ലേഖനം ആരംഭിക്കുന്നത്. അവൻ ഭൂമിയിൽ ജീവിച്ചു. അപ്പോൾ അവനെ കണ്ടതും കേട്ടതും, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ഈ വചനത്തിൽ ഇന്നും പ്രസക്തി ഉണ്ടാകണമെങ്കിൽ വിശുദ്ധ കുർബാന വേണം, വേണ്ടേ? അല്ലെങ്കിൽ ഇന്ന് കർത്താവിനെ എങ്ങനെ കാണാൻ പറ്റുക?
ഈ വിശുദ്ധ കുർബാന കർത്താവിനെ കാണുന്നതും അന്ന് മനുഷ്യനായിരുന്ന കർത്താവിനെ ദൈവമായിട്ട് കാണുന്നതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? യേശു പച്ച മനുഷ്യനായിട്ടല്ലേ കാണപ്പെട്ടത്, പക്ഷെ ദൈവമായിരുന്നു. ആ മനുഷ്യൻ ദൈവമാണെന്ന് വിശ്വസിക്കാൻ എന്തുമാത്രം വിശ്വാസത്തിന് ആഴം വേണോ അത്ര തന്നെ വിശ്വാസത്തിന് ആഴം വേണം ഈ ഈ തിരുവോസ്തി എന്ന് പറയുന്നത് കർത്താവാണെന്ന് വിശ്വസിക്കാൻ. ഞാൻ പറഞ്ഞ ലോജിക്ക് മനസ്സിലാവുന്നുണ്ടോ? അന്ന് യേശു മനുഷ്യനായിട്ടാണ് അല്ലേ വന്നത്, മനുഷ്യൻ. ആ മനുഷ്യൻ ദൈവമാണെന്ന് വിശ്വസിക്കാൻ എന്തുമാത്രം ആഴപ്പെട്ട വിശ്വാസം വേണം, അത്ര തന്നെ വിശ്വാസം വേണം ഇപ്പോൾ ആ കർത്താവ് ഈ തിരുവോസ്തിയിലുണ്ട് എന്ന് വിശ്വസിക്കാൻ. ഇത് എൻ്റെ ശരീരം ആകുന്നു, ഇത് എൻ്റെ രക്തം ആകുന്നു. അത് ഇന്ന് പറയുമ്പോൾ അർത്ഥം ഇത് ഞാനാകുന്നു എന്നാണ്. ഈ അപ്പം ഇത് എൻ്റെ ശരീരം രക്തം എന്ന് വേർതിരിച്ച് പറഞ്ഞിരിക്കുന്നത് കുരിശ് മരണം. കുരിശ് മരണത്തിൽ രക്തവും മാംസവും വേർതിരിക്കപ്പെടുന്നു, ഉത്ഥാനത്തിൽ വീണ്ടും യോജിപ്പിക്കപ്പെടുന്നു. അവൻ മരിക്കുകയാണല്ലോ, അപ്പോൾ അവൻ്റെ രക്തവും മാംസവും വേർതിരിക്കപ്പെട്ടു മരിച്ചു. അത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് നൽകപ്പെടുന്ന വാക്കോട് ഉപയോഗിച്ചിരിക്കുന്നത്. ചിന്തപ്പെടുന്ന, നൽകപ്പെടുന്ന, രണ്ടും ബലിയുടെ വാക്കുകളാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന, ഇത് നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന, അതായത് ബലിയുടെ വാക്കുകളാണ്. ചിന്തുക എന്ന് പറഞ്ഞാൽ രക്തം ചിന്തുക, മാംസം നൽകപ്പെടുക എന്ന് പറഞ്ഞാൽ മുറിക്കപ്പെടുക. അപ്പോൾ അതിനർത്ഥം ഇത് ഞാനാണെന്നാണ് കർത്താവ് പറഞ്ഞത്. ഇത് ഞാനാണ്, ഇത് ഞാനാണെന്ന് വിശ്വസിക്കാൻ, ഇത് ഞാനാണ് എന്ന് വിശ്വസിക്കാൻ, അതായത് ഈ തിരുവോസ്തി ഞാനാണെന്ന് വിശ്വസിക്കാൻ അന്ന് മനുഷ്യനായി വന്നവൻ ദൈവമാണെന്ന് വിശ്വസിക്കാൻ എന്തുമാത്രം വിശ്വാസം വേണമായിരുന്നോ അത്ര തന്നെ വേണം. അതില്ലാത്തത് കൊണ്ടാണ് ചിലർ ഇത് അല്ലെന്ന് പറയണേ. ചുരുക്കത്തിൽ ഈ ഈ ദൈവപ്രമാണം എന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ മനുഷ്യാവതാരത്തിന്റെ വെളിച്ചത്തിൽ വേണം ഒന്നാം പ്രമാണത്തെ മനസ്സിലാക്കാൻ. അങ്ങനെ മനസ്സിലാക്കാതെ വരുമ്പോഴാണ് ഈ അക്ഷരങ്ങൾ ഭ്രാന്ത് പിടിച്ചിട്ടാണ് ചിലർ ഫനാറ്റിക്കായിട്ട് മാറിപ്പോകുന്നത്. പുതിയ നിയമത്തെ അംഗീകരിക്കാനോ അതിനർത്ഥം ഉൾക്കൊള്ളാനോ പറ്റാതെ വരുമ്പോൾ. 25 അവയ്ക്ക് മുമ്പിൽ കുമ്പിടുകയോ, കുമ്പിടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എല്ലാ കുമ്പിടലും ആരാധനയല്ല താനും. ആരാധിക്കാനായി കുമ്പിടുന്നതും ബഹുമാനായി കുമ്പിടുന്നതും പ്രത്യക്ഷത്തിൽ ഒരുപോലെയാണ്. പിന്നെ അന്തരം എവിടെയാണ്? അതിനുള്ളിലാണ്. അതിനാൽ ആദരവ് കാണിക്കാനായി കുമ്പിടുന്നതിനെ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിനെ വിലക്കിയിട്ടുമില്ല. ജോസഫിന്റെ പഴനിമത്തിൽ ജോസഫിന്റെ സഹോദരന്മാർ എത്ര പ്രാവശ്യമാണ് ജോസഫിന്റെ മുമ്പിൽ കുമ്പിടുന്നത്? ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, ലോത്ത് മനുഷ്യരൂപത്തിൽ വന്ന മാലാഖമാരുടെ മുമ്പിൽ കുമ്പിട്ടു, നിലം പറ്റേ താണു വണങ്ങി. അതൊന്നും ആരാധനയല്ല. വീണ്ടും ഞാൻ പറഞ്ഞ വാക്ക് പറയാണ്, പുതിയ നിയമത്തിൽ ഏകസത്യ ദൈവത്തിന് കൊടുക്കുന്ന ആരാധന എന്ന് പറയുന്നത് ബലി മാത്രമാണ്. ആ ബലിയുടെ കുമ്പിടല് ഒരു വിഗ്രഹത്തിന് മുമ്പിലോ ഒരാളുടെ മുമ്പിലോ പരിശുദ്ധ കന്യാകുമാരിയുടെ മുമ്പിലോ വിശുദ്ധരുടെ മുമ്പിലോ കത്തോലിക്ക സഭ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ കത്തോലിക്കരുടെ ആരാധനയിൽ ഒരു തെറ്റുമില്ല. അതേസമയം ആർക്കെങ്കിലും മറിച്ച് തോന്നുകയാണെങ്കിൽ, അതായത് കത്തോലിക്ക സഭയിൽ തന്നെ ഈ ആരാധന ബലി എന്നുള്ള തലത്തിലുള്ള കുമ്പിടൽ നടത്തുകയാണെങ്കിൽ അത് തെറ്റാണ്, തിരുത്തും വേണം. ഈ ഏകസത്യ ദൈവത്തിന് കൊടുക്കുന്ന ബലിയുടെ കുമ്പിടലുണ്ടല്ലോ, ആ ബലിയുടെ കുമ്പിടല് പരിശുദ്ധ കന്യാകുമാരിയത്തിനോ മാലാഖമാർക്കോ വിശുദ്ധർക്കോ ആരെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്തണം. അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ അത് തിരുത്തേണ്ടതാണ്. ഞാൻ അസഹിഷ്ണുവായ ദൈവമാണ് 25. അതായത് മറ്റ് ദേവന്മാരുടെ ഗണത്തിൽ യാഹ്വയെ ഉൾപ്പെടുത്താൻ പാടില്ല. മറ്റ് ദേവീ ദേവന്മാർക്ക് വേണ്ടി യാഹ്വയുടെ സ്ഥാനം മാറ്റാനും പാടില്ല. യാഹ്വ അത് സഹിക്കില്ല, വെച്ച് പൊറപ്പിക്കില്ല. അത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ദൈവത്തിൻ്റെ പരിശുദ്ധി സൂക്ഷിക്കേണ്ടതുണ്ടല്ലോ, ദൈവമാണല്ലോ. മറ്റൊന്ന്, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. അതായത് സൃഷ്ടവസ്തുക്കളെ നമ്മൾ ദൈവമായിട്ട് ആരാധിക്കാൻ തുടങ്ങിയാൽ അത് ചെന്നെത്തുന്ന ദുരന്തം എന്ന് പറയുന്നത് വളരെ വലുതാണ്. നമ്മൾ വിചാരിക്കും നമ്മളിതൊരു മത തീവ്രവാദമാണ് പറയണതെന്ന്. അല്ല, സൃഷ്ടവസ്തുക്കൾ ആരാധിക്കാൻ തുടങ്ങിയാൽ, ഇപ്പം നമ്മൾ കാണുന്നില്ലേ, നമ്മുടെ നാട്ടിൽ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത വിധം മൃഗസ്നേഹം വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി? മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത വിധത്തിലായി. മൃഗസ്നേഹമാണ്. അത് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുണ്ട്. ഈ ഈജിപ്തിൽ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ബലിയർപ്പിക്കാൻ മരുഭൂമിയിലേക്ക് പോകണമെന്ന് മോശ പറഞ്ഞത്? എന്താ? ഫറവ ചോദിച്ചു, നിങ്ങൾക്ക് ഇവിടെ ബലിയർപ്പിച്ച എന്താ കുഴപ്പം? ഞങ്ങളുടെ ബലി നിങ്ങളുടെ ബലിക്ക്, നിങ്ങളുടെ ആളുകൾക്ക് അരോചകമായിരിക്കും. എന്താ ഞങ്ങളുടെ ബലി? ഞങ്ങൾ മൃഗങ്ങളെ ബലിയർപ്പിക്കുക, നിങ്ങൾ മൃഗങ്ങളെ ദൈവമായിട്ട് ആരാധിക്കുക. ഈജിപ്തുകാര് മൃഗങ്ങളെ ദൈവമായിട്ട് ആരാധിക്കുന്നു, ഞങ്ങളോ മൃഗങ്ങളെ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു. അതാണ് ആരാധന ഞങ്ങളുടെ. അപ്പൊ ഞങ്ങൾ മൃഗങ്ങളെ ബലിയർപ്പിക്കുമ്പോൾ നിങ്ങൾ ആ മൃഗങ്ങളെയാണ് നിങ്ങൾ ദൈവമായിട്ട് ആരാധിക്കണേ. അപ്പൊ നിങ്ങളുടെ മനുഷ്യർക്ക് അത് അരോചകമാകും. അതുകൊണ്ട് മരുഭൂമിയിലേക്ക് പോകണമെന്ന് പറഞ്ഞത്. ഇപ്പോഴും ഈജിപ്തുകാരത് നിർത്തി, ഇപ്പോഴും നമ്മുടെ നാട്ടിൽ മൃഗങ്ങൾ ആരാധിക്കുകയാണ്.
അത് ഈ ഗോമാതാവ് മാത്രമല്ല, ആനയും പട്ടിയും പൂശിയും സകല സംഗതികളും മൃഗങ്ങളും ദൈവമായി. ഇപ്പോൾ മനുഷ്യരോ മൃഗങ്ങളെക്കാൾ വിലകെട്ടവരായി. എന്നിട്ട് മൃഗങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് രൂപതകളിൽ മുഴുവൻ നമുക്ക് സമരം ചെയ്യേണ്ടി വരികയാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ അസഹിഷ്ണുമായ ദൈവം എന്ന് പറഞ്ഞത് ഓരോരുത്തർക്കും ഓരോ വില കൊടുത്തിട്ടുണ്ട്. ആ വിലയാണ് ഓരോരുത്തരും കൊടുക്കാൻ പാടുള്ളൂ. മൃഗങ്ങൾക്ക് മനുഷ്യരുടെ വില കൊടുത്താൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതിന് ഓരോന്നിനും ഓരോ വിലയുണ്ട്. അതാണ് ദൈവത്തിന് കൊടുക്കേണ്ട വില ദൈവത്തിന് കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന വിലയെ മറ്റുള്ളവർ കൊടുക്കാവൂ. അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ചുരുക്കത്തിൽ ഈ അസഹിഷ്ണുമായ ദൈവം എന്ന് പറയുന്നത് ഈ മതതീവ്രവാദം പ്രചരിപ്പിക്കാനല്ല ദൈവം പറയുന്നത്, മറിച്ച് ദൈവമായിരിക്കാനും നമ്മുടെ നന്മയ്ക്കും വേണ്ടിയാണ്. ഭൂമിയിൽ നമുക്ക് സ്വൈരമായിട്ട് മര്യാദയ്ക്ക് ജീവിക്കാൻ വേണ്ടിയാണ്. ഇനി സാധാരണ ചോദിക്കുന്ന ഒരു പ്രശ്നം കൂടിയുണ്ട്. പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് മക്കളെ അല്ലേ ശിക്ഷിക്കുമെന്ന് പറയുന്നു. ദൈവത്തിന്റെ കാരുണ്യം 1000 തലമുറ വരെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവർക്ക് കാരുണ്യം 1000 തലമുറ, ശിക്ഷയോ 3-4 തലമുറ. കാരുണ്യം 1000 തലമുറ. എന്നെ സ്നേഹിച്ച് കൽപ്പന പാലിക്കുന്നവർക്ക് കാരുണ്യം 1000 തലമുറ. എന്നെ ഈ കൽപ്പനകൾ ധിക്കരിച്ചാൽ ശിക്ഷ 3-4 തലമുറ. അതായത് ദൈവത്തിന്റെ തീരാ കാരുണ്യത്തിനാണ് പ്രാമുഖ്യം നൽകിയിരിക്കുന്നത്. 1000 തലമുറയാണ്. അതേസമയം ഒരു തലമുറയുടെ പാപത്തിന്റെ ഫലം പിൽക്കാല തലമുറ പേറേണ്ടി വരും. പാപത്തിന്റെ ഫലമാണ് അനുഭവിക്കേണ്ടി വരുന്നത്, ശാപമല്ല, പാപകർമ്മമല്ല. ഞാൻ ഒന്നുകൂടി പറയാണ്, ഒരു തലമുറയുടെ പാപത്തിന്റെ ഫലം അടുത്ത തലമുറ അനുഭവിക്കേണ്ടി വരും, പേറേണ്ടി വരും. അത് ദൈവത്തിന്റെ നിശ്ചയമായതുകൊണ്ട് തന്നെയല്ല, പ്രകൃതി നിയമം പോലും അങ്ങനെയാണ്. പാപത്തിന്റെ ഫലമാണ് പിൽക്കാല തലമുറ അനുഭവിക്കേണ്ടി വരുന്നത്, ശാപമല്ല, പാപകർമ്മമല്ല. നിയമാവർത്തനം 24:16, യിരെമ്യാ പ്രവാചകൻ 31:29-30, എസെക്കിയേൽ 18:2-4 ഇത് കൂടുതൽ വിശദീകരിക്കുന്നുണ്ട്. 2-ാം പ്രമാണം 20-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം മുതലാണ്. 7-ാമത്തെ വാക്യം, നിന്റെ ദൈവമായ യാഹ്വേയുടെ നാമം ദുരുപയോഗം ചെയ്യരുത്. തന്റെ നാമം ദുരുപയോഗം ചെയ്യുന്നവനെ യാഹ്വേ ശിക്ഷിക്കാതെ വിടുകയില്ല. ദൈവത്തിന്റെ നാമം എന്ന് പറഞ്ഞാൽ യാഹ്വേ, അത് മാത്രമാണ് ദൈവത്തിന്റെ നാമം. അല്ലാണ്ട് വേറെ നാമം ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. ദൈവത്തിന്റെ നാമം വെളിപ്പെട്ട് കിട്ടിയത് ഇസ്രായേലിനാണ്. ആ ദൈവനാമം എന്ന് പറയുന്നത് യാഹ്വയാണ്. ദൈവത്തിന്റെ പേര് യാഹ്വേ എന്നാണ്. ആ യാഹ്വേ എന്ന പേര് ദുരുപയോഗം ചെയ്യാൻ പാടില്ല, വൃഥ ഉപയോഗിക്കാൻ പാടില്ല. ആ നാമം ആദരവോടെ സൂക്ഷ്മതയോടെ ഉപയോഗിക്കേണ്ടതുണ്ട്. അതിനാൽ ദൈവനാമം ആയ യാഹ്വേ ആദരവില്ലാതെ ഉപയോഗിക്കുന്നത് വിലക്കിയിരിക്കുന്നു. യഹോവ സാക്ഷികൾ ഈ പ്രമാണം ലംഘിക്കുന്നു, 2-ാം പ്രമാണം ലംഘിക്കുന്നു. യഹോവ എന്ന വാക്ക് അങ്ങനെ ഉച്ചരിക്കാൻ പാടില്ല. ഒന്നാമത്തിൽ യഹോവ എന്നല്ല, യാഹ്വേ എന്നാണ്. അവർ തെറ്റായി ഉച്ചരിക്കുന്നു. മാത്രമല്ല ആദരവില്ലാതെ ചില ഘട്ടങ്ങളിലല്ലാതെ മറ്റൊരു സമയത്ത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള സംഗതി വിലക്ക് അവർ ലംഘിക്കുകയാണ്. സ്ഥിരമായി 2-ാം പ്രമാണം ലംഘിക്കുന്ന ദൈവനാമമായ യാഹ്വേ ദുരുപയോഗം ചെയ്യുന്നവരാണ് യഹോവ സാക്ഷികൾ. കോടതിയിൽ കള്ളസത്യം പറയാൻ വേണ്ടി ദൈവനാമം ഉപയോഗിക്കാൻ പാടില്ല, യാഹ്വേ എന്ന നാമം ഉപയോഗിക്കാൻ പാടില്ല. അവിടെ കള്ളസത്യം കൊടുക്കാൻ പറയാൻ വേണ്ടിയിട്ട് ഈ ദൈവനാമമായ യാഹ്വേയുടെ നാമത്തിൽ, കർത്താവിന്റെ നാമത്തിൽ ആണയിട്ട് ശപഥം ചെയ്താൽ അത് ദൈവത്തിനെതിരെയുള്ള പാപമാണ്, ദൈവനാമത്തെ അവഹേളിക്കലാണ്. ഇപ്പൊ നമ്മൾ സാധാരണ മനുഷ്യരുടെ പേര് പോലും, ഇപ്പൊ നമ്മളൊരു ഗവർണർ അല്ലെങ്കിൽ പ്രധാനമന്ത്രി, അപ്പോൾ ഗവർണർ യുവർ എക്സലൻസി എന്ന് നമ്മൾ പറയണം. കോടതിയിലാണെങ്കിലും നമ്മൾ പറയും ഇല്ലേ, യുവർ ഓണർ. ആ ഒരു ബഹുമാനം അതെല്ലാം സംസ്കാരഭദ്രമായ സമുദായത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. താൻ എൻ്റെ നികുതി കൊണ്ടല്ലടോ താൻ ശമ്പളം വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ട് താനെന്ന് വിളിക്കാൻ പറ്റുമോ? നമുക്ക് ഡോ എന്ന് വിളിക്കാൻ പറ്റുമോ? അത് മര്യാദയാണോ? അപ്പൊ അതുകൊണ്ട് സാധാരണ ആൾക്കാരുടെ പേരുകൾ പോലും നമ്മൾ റെസ്പെക്ട് ഇല്ലാണ്ട് പറയില്ല. ദൈവനാമം എന്തുമാത്രം ബഹുമാനവും ആദരവും ചെറിയ ഭയഭക്തിയോടൊക്കെയാണ് ഈ ദൈവത്തിന്റെ പേര് ഉച്ചരിക്കാവൂ എന്നുള്ളതാണ്. മലിനമായ വാക്കുകൾ, അത് മലിനമായ സംസാരം ദൈവനാമം ഉപയോഗിച്ചിട്ട്, പിന്നെ വൈരാഗ്യത്തോടെ ദൈവനാമം ഉപയോഗിച്ചിട്ട് വൈരാഗ്യത്തോടെ സംസാരിക്കുക, ദൈവനിന്ദയാകുന്ന തരത്തിൽ കാര്യങ്ങൾ ചെയ്യുക, പിന്നെ ദൈവനാമത്തെ വലിച്ചടച്ച് ഈ തെറ്റായ കാര്യങ്ങളിലേക്ക് കൊണ്ടുവരിക, അതെല്ലാം ആ നാമം വഹിക്കുന്ന കർത്താവിനെ ദ്രോഹിക്കുന്ന നടപടിയാണ്. കത്തോലിക്ക സഭയുടെ മതബോധനം 2142 മുതൽ
2159 വരെ നിങ്ങൾക്ക് വായിക്കാം വിശദാംശങ്ങൾ. മന്ത്രവാദം, കള്ളസത്യം, ശപിക്കൽ തുടങ്ങിയ തിന്മയായ കാര്യങ്ങൾക്കൊന്നും തന്നെ ദൈവനാമം ഉപയോഗിക്കാൻ പാടില്ല. ലേവ്യരുടെ ഗ്രന്ഥം 24:16, സുഭാഷിതങ്ങൾ 30:8-9 വാക്യങ്ങൾ. കർത്താവിൻ്റെ ബലിപീഠത്തിൽ നിന്നുകൊണ്ട് കുർബാന അർപ്പിക്കുന്ന സമയത്ത് ഇടവകക്കാരെ ശപിക്കുന്ന വൈദികരെ ദൈവനാമത്തെ ദുരുപയോഗം ചെയ്യാണ്. കർത്താവിൻ്റെ അൾത്താരയിൽ നിന്നുകൊണ്ട് ഈ കുർബാനയെ അവഹേളിക്കുന്ന തരത്തിലോ മറ്റേതെങ്കിലും തരത്തിലോ കുർബാനയെ കൈകാര്യം ചെയ്താൽ അത് ഈ 2-ാം പ്രമാണത്തിനെതിരെയുള്ള വളരെ ഗൗരവമായ പാപമാണ്. ആ പാപം കണ്ടിട്ട് നടപടി എടുക്കാതിരിക്കുന്ന അധികാരികളും പാപം ചെയ്യുന്നു. ഈ അബ്യൂസീവ് യൂക്കറിസ്റ്റിക് സെലിബ്രേഷൻ എന്ന് പറയുന്നത് ദൈവനാമത്തെ 2-ാം പ്രമാണത്തെ വളരെ ഗൗരവമായ തരത്തിൽ ലംഘിക്കുകയാണ്. അങ്ങനെ ചെയ്തവർ കഠിനമായ പാപമാണ് ചെയ്തിരിക്കുന്നത്. ആ കഠിനമായ പാപം ചെയ്തുവെന്ന് അംഗീകരിച്ചു കഴിഞ്ഞിട്ടും അതിനെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കാതിരിക്കുന്ന സഭാ നേതൃത്വവും 2-ാം പ്രമാണം ലംഘിക്കുക തന്നെയാണ് ചെയ്യുന്നത്. കുമ്പസാരിക്കണം. ആ മെത്രാന്മാർ പോലും കുമ്പസാരിക്കണം. മാരകമായ പാപമാണ്. ആ അച്ഛന്മാര് വളരെ എന്താ പറയുക, പശ്ചാത്താപത്തോട് നുറുങ്ങിയ ഹൃദയത്തോടെ കുമ്പസാരിച്ച് വലിയ പ്രായശ്ചിത്തം ചെയ്യേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ 3-4 തലമുറയിലേക്ക് ഈ പാപകർമ്മമല്ല അതിൻ്റെ അനന്തരഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും. അത് മാറാൻ വേണ്ടിയല്ല, ദൈവത്തെ ദ്രോഹിച്ച കർമ്മം, ദ്രോഹിച്ച രീതി അത് വളരെ വലുതാണ്, വളരെ ഗൗരവം ഉണ്ടാക്കുന്നതാണ്. ലോകമാസകലമുള്ള വിശ്വാസികൾ മുഴുവൻ ആഴത്തിൽ മുറിപ്പെടുത്തിയ സംഗതിയാണ്. അത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു, സംഭവിച്ചു പോയി. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പക്ഷെ അതേസമയം തന്നെ ഈ തരത്തിലുള്ള ഈ ബലിപീഠത്തിൽ ഇങ്ങനെ ചെയ്യുന്നവർക്കെതിരെ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ അത് നടപടി എടുക്കാത്തവർക്കും ദൈവത്തിന് സിംഹാസനത്തിന് മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരും. ഇരുകൂട്ടരും കൊടുക്കേണ്ടി വരും. അവർക്കിട്ട് പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നമ്മളും കൊടുക്കേണ്ടി വരും. 3-ാം പ്രമാണം 8-11 വാക്യങ്ങൾ. 20-ാമത്തെ അധ്യായം പുറപ്പാട് 20, 8-11 വാക്യങ്ങൾ. സാബത്ത് ദിവസം പരിശുദ്ധമായി ആചരിക്കണമെന്ന് ഓർക്കുക. 6 ദിവസം അധ്വാനിക്കുക, എല്ലാ ജോലികളും ചെയ്യുക. 7-ാം ദിവസം നിന്റെ ദൈവമായ യാഹ്വേയുടെ സാബത്ത് ആകുന്നു. അന്ന് നീയും നിന്റെ മകനും മകളും നിന്റെ വേലക്കാരനും ദാസിയും നിന്റെ കന്നുകാലികളും നിന്റെ നഗരകവാടത്തിനുള്ളിൽ വസിക്കുന്ന പരദേശിയും ഒരു വേലയും ചെയ്യരുത്. യാഹ്വേ 6 ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവരുടെ സമസ്തവും സൃഷ്ടിച്ചു. 7-ാം ദിവസം വിശ്രമിക്കുകയും ചെയ്തു. അതുകൊണ്ട് യാഹ്വേ സാബത്ത് ദിനത്തെ അനുഗ്രഹിച്ച് വിശുദ്ധീകരിച്ചിരിക്കുന്നു. സാബത്ത് ആചരിക്കണം. സാബത്ത് ആചരിക്കേണ്ടതിൻ്റെ തത്വം, പ്രമാണം അതൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. വീട്ടിലുള്ള മനുഷ്യർക്കും മൃഗങ്ങൾക്കും വിശ്രമത്തിനുള്ള ദിവസമാണത്. എന്താണ് വിശ്രമം എന്ന് പറഞ്ഞാൽ? പ്രപഞ്ച സൃഷ്ടിയെ ഓർക്കുക. ഉൽപ്പത്തി 2, 1-3 വരെ വാക്യങ്ങൾ. ഇസ്രായേലിന്റെ വീണ്ടെടുപ്പിന്റെ ഓർമ്മയുമാണ് പുറപ്പാട്. നിയമാവർത്തന ഗ്രന്ഥം 5-ാമത്തെ അധ്യായം 15-ാം വാക്യം. അതായത് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സാബത്ത് ആചരിക്കാൻ. ഒന്ന്, പ്രപഞ്ച സൃഷ്ടിയുടെ സ്മരണ. സൃഷ്ടിയെ ആഘോഷിക്കുകയാണ് 7-ാം ദിവസം. ഈ പ്രപഞ്ചത്തിൽ നമുക്ക് വരാൻ പറ്റിയില്ലോ, ഈ ഭൂമിയിൽ ഇങ്ങനെ ഇത്രമാത്രം സുന്ദരമായ ലോകത്ത് ജീവിക്കാൻ പറ്റിയില്ലോ. അങ്ങനെയുള്ള ആ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ച ആ പ്രപഞ്ച സൃഷ്ടാവിനെ നമുക്ക് ജന്മം തന്ന ആ സൃഷ്ടാവിനെ പുകഴ്ത്താൻ വേണ്ടി ആഴ്ചയിൽ ഒരു ദിവസം. അതാണ് 1-ാമത്തെ കാരണം. 2, ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് കൊണ്ടുവന്നു, അതായത് പാപത്തിന്റെ അടിമത്തിൽ നിന്ന് മോചിപ്പിച്ചു. ആ വീണ്ടെടുപ്പിന്റെ ഓർമ്മ. ഈ 2 സംഗതികളാണ് ഈ ആഴ്ചയിൽ 7 ദിവസമുള്ള ഒരാഴ്ചയിൽ ഒരു ദിവസം ഇതൊക്കെ ഓർക്കാൻ വേണ്ടി ദൈവത്തോടൊപ്പം ആയിരിക്കുന്നതാണ് വിശ്രമം. അങ്ങനെ ആകണമെന്നാണ്. അല്ലാതെ വെറുതെ ചാരകസറിൽ ഇരുന്നാൽ സാബത്താചരണമാകില്ല. പുറപ്പാട് താളുകളിൽ മാത്രം ഈ സാബത്ത് ആചരിക്കണമെന്ന് 6 പ്രാവശ്യമാണ് ആവർത്തിച്ചത്. 16-ാമത്തെ അധ്യായത്തിൽ, 20-ാമത്തെ അധ്യായത്തിൽ, 23, 31, 34, 35 എന്ന് വെച്ചാൽ വളരെ പ്രധാനപ്പെട്ടതാണത്. പള്ളിയിൽ പോയില്ലെങ്കിൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്നവർക്കുള്ള ഉത്തരമാണിത്. ഈ പ്രപഞ്ച സൃഷ്ടാവിനെ ആരാധിച്ചുകൊണ്ട് ഈ സൃഷ്ടികർമ്മത്തെ ആഘോഷിക്കുക. അതുപോലെ നമ്മുടെ വീണ്ടെടുപ്പിനെ ഓർക്കുക. അത് ഓർക്കുന്നില്ലെങ്കിൽ നമ്മൾ മനുഷ്യരാകില്ല എന്നാണ് ബൈബിളിന്റെ സങ്കല്പം. മൃഗങ്ങളാകും. മൃഗങ്ങൾ പള്ളിയിൽ പോകുന്നില്ലല്ലോ. സാബത്തിന്റെ ദൈവശാസ്ത്രം ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പെട്ടെന്നൊന്ന് പറയാം. നേരത്തെ പറഞ്ഞതാണ് 7 ദിവസമാണ് ആഴ്ചയിൽ, 6 ദിവസം മനുഷ്യർക്ക്, 7-ാം ദിവസം ദൈവത്തിന്. അത് വളരെ ഫെയർ ആയിട്ടൊരു ഡീലാണ്.
7-ാം ദിവസത്തിലേക്ക് പോകുന്നില്ലെന്ന് കരുതുക, 6-ൽ പെട്ട് പോകുമെന്ന് വിചാരിക്കുക. അവർ ഈ 666 എന്ന സംഖ്യക്കാരാവും. അവരെക്കുറിച്ച് വെളിപാട് പുസ്തകം 13-ാമത്തെ അധ്യായം 17-18 വാക്യങ്ങളിൽ കാണാം. എന്താണ്? കച്ചവടമാണ്, വ്യാപാരമാണ് അവരുടെ മുഖമുദ്ര. പിന്നെ അതൊരു മൃഗത്തിന്റെ മാർക്ക്, മൃഗത്തിന്റെ മുദ്രയാണ് അവർ വഹിക്കുന്നത്. മനുഷ്യന്റെ മുദ്രയല്ല, മൃഗത്തിന്റെ മുദ്രയാണ്. മൃഗങ്ങൾ പള്ളി പോകുന്നില്ല. അവരുടെ സംഖ്യയാണ് 666. അതായത് സാബത്ത് ആചരിക്കാത്ത മനുഷ്യന്റെ സംഖ്യയാണ് 666. അവർ മനുഷ്യരല്ല, മൃഗമാണ്. ഈ സാബത്ത് ആചരണത്തെ സമൂലം പരിഷ്കരിക്കുകയാണ് പുതിയ നിയമത്തിൽ. ദൈവം മനുഷ്യനായ ആളായ യേശു ആഴ്ചയുടെ ആദ്യ ദിവസം സാബത്ത് ശനിയാഴ്ചയാണ്, ഞായറാഴ്ചയാണ് ആദ്യത്തെ ദിവസം. പക്ഷെ ഞായറാഴ്ച എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. ഞായറെന്ന വാക്കിനർത്ഥം സൂര്യന്റെ ദിവസം എന്നാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ലേ ബൈബിളിൽ? ആഴ്ചയുടെ ആദ്യ ദിവസം. അത് ഞായറാഴ്ച നമുക്കറിയാം, പക്ഷേ ഞായറാഴ്ച എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ആഴ്ചയുടെ ആദ്യ ദിവസമാണ് യേശു മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തത്. അതിനാൽ ക്രിസ്ത്യാനികൾ ആഴ്ചയുടെ 7-ാം ദിവസമല്ല, ആഴ്ചയുടെ ആദ്യ ദിവസമാണ് ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുന്നത്. ഉത്തിതനുമായുള്ള കൂടിക്കാഴ്ചയുടെ ദിവസമാണത്. മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ അധ്യായം 1 മുതൽ വായിച്ചു നോക്കിയേ. സ്ത്രീകൾ യേശുവിനെ കണ്ടുമുട്ടി, അവന്റെ കാല് പിടിച്ച് കെട്ടിപ്പിടിച്ചു കിടന്നു. അത് ഉത്ഥാന ദിവസമാണ്. ശിഷ്യന്മാര് മറിയം മഗ്ദലേന, പത്രോസ്, യോഹന്നാൻ, മറ്റ് ശിഷ്യന്മാരെല്ലാം ഉത്തിതനുമായി കൂടിക്കാഴ്ച നടത്തിയത് ആഴ്ചയുടെ ആദ്യ ദിവസമാണ്. യോഹന്നാന്റെ സുവിശേഷം 20-ാമത്തെ അധ്യായം 1 മുതൽ 23 വരെ വാക്യങ്ങൾ. ജീവന്റെ പുതിയൊരു രൂപം ഉദ്ഘാടനം ചെയ്യുകയാണ് ഈ മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനത്തിലൂടെ യേശു. ഒരു പുതിയ സൃഷ്ടിക്ക് ആരംഭം കുറിക്കുകയാണ്. 1 കൊരിന്ത്യർ 5:17, വെളിപാട് 21:5. പുതിയ തരത്തിലുള്ള വീണ്ടെടുപ്പിന്റെ ആരംഭമായിരുന്നു അത്. എഫേസ്യ ലേഖനം 1:7, വെളിപാട് 5-ാമത്തെ അധ്യായം 9 മുതൽ 10 വരെ വാക്യങ്ങൾ. അതായത് പഴയ നിയമത്തെ സാബത്ത് ആചരണത്തെ ബഹുദൂരം കവച്ചു വെക്കുന്നതാണ് ഈ ആഴ്ചയുടെ ആദ്യ ദിവസം സംഭവിച്ചത്. യേശു മരിച്ചവരിൽ ഉത്ഥാനം ചെയ്യുക മാത്രമല്ല, അന്നാണ് സ്ത്രീകളും ശിഷ്യന്മാരും സ്ലീഹന്മാരും ഒക്കെ ഉത്തിതനുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഉത്തിതനുമായ കൂടിക്കാഴ്ച നടത്തിയ ദിവസത്തെയാണ് പുതിയ നിയമത്തിൽ കർത്താവിന്റെ ദിവസം എന്ന് പറയണേ. അതിനാൽ പുതിയ നിയമത്തിൽ സാബത്ത് ആചരിക്കുക എന്നല്ല പഠിപ്പിക്കുന്നത്, കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുക എന്നാണ്. കർത്താവിന്റെ ദിവസം എന്ന വാക്ക് എവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? വെളിപാട് പുസ്തകത്തില് 1-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം. അതിനാൽ തന്നെ ആദിമസഭ ആഴ്ചയുടെ ആദ്യ ദിവസമാണ് സാബത്തിലല്ല വിശുദ്ധ കുർബാന എന്ന അപ്പം മുറിക്കാനായിട്ട് സമ്മേളിച്ചിരുന്നത്. ഈ അപ്പം മുറിക്കലെ കുർബാനയല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ചിലരുണ്ട്. അപ്പം മുറിച്ചപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു, അവർ അവന് തിരിച്ചറിഞ്ഞെന്നാണ് അപ്പം മുറിക്കലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം ഇവിടെ എഴുതിയിരിക്കുന്നത്. അത് സാധാരണ അപ്പം മുറിക്കല. തീർച്ചയായിട്ടും യഹൂദന്മാർ അപ്പം മുറിച്ചുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുക. നമ്മളും അപ്പം മുറിച്ചിട്ടല്ലേ കഴിക്കണേ. പക്ഷെ ആ അപ്പം മുറിക്കലല്ല ഈ അപ്പം മുറിക്കല്. അപ്പം മുറിച്ചപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു, അവർ അവനെ തിരിച്ചറിഞ്ഞു. ആ അപ്പം മുറിക്കൽ വിശുദ്ധ കുർബാനയാണ്. അങ്ങനെ അപ്പം മുറിക്കാനായിട്ട് അവർ സമ്മേളിച്ചത് ആഴ്ചയുടെ ആദ്യ ദിവസമാണെന്ന് നടപടി ഗ്രന്ഥത്തിലെ 20-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിലും, നടപടി ഗ്രന്ഥം എഴുതപ്പെട്ടത് ക്രിസ്തുവർഷം 63-ല്, പിന്നെ വെളിപാട് പുസ്തകം 1:10, വെളിപാട് പുസ്തകം എഴുതപ്പെട്ടത് ഒരുപക്ഷെ നീറോയുടെ കാലത്താകാം, അല്ലെങ്കിൽ ഡൊമീഷന്റെ കാലത്താകാം. ഏതായാലും 790 അല്ലെങ്കിൽ 100 മുമ്പാണ്. ഇത്രയൊക്കെ ബൈബിളിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് എറണാകുളത്ത് തേലക്കാട്ടച്ചൻ ഈ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി 4-ാം നൂറ്റാണ്ടില് സൂര്യൻ ആരാധിക്കാൻ വേണ്ടി ഞായറാഴ്ചയിലേക്ക് സാബത്ത് ആചരണം മാറ്റിയെന്ന് പഠിപ്പിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ക്രിസ്തുവർഷം 63 എഴുതപ്പെട്ട നടപടി ഗ്രന്ഥത്തിലും ക്രിസ്തുവർഷം 100 മുമ്പ് എഴുതപ്പെട്ട വെളിപാട് ഗ്രന്ഥത്തിലും പിന്നെ സുവിശേഷങ്ങളിലൊക്കെയും അതൊക്കെ എഴുതപ്പെട്ടത് ഓർക്കുക. 60കളിലും 70കളിലൊക്കെയാണ് എഴുതപ്പെട്ടത്. ആ സമയത്ത് തന്നെ ഉത്തിതനുമായി കൂടിക്കാഴ്ചയുടെ ദിവസമായ ആഴ്ചയുടെ ആദ്യ ദിവസമാണ്, അതായത് ഞായറാഴ്ചയാണ് ക്രിസ്ത്യാനികളുടെ സാബത്ത് ആചരണം എന്ന് ഇത്രയും കൃത്യമായിട്ട് എഴുതിയിട്ടും 4-ാം നൂറ്റാണ്ടിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയും പിന്നെ മാർപ്പാപ്പയും ചേർന്ന് കുതന്ത്രത്തിലൂടെ ശനിയാഴ്ചത്തെ സാബത്ത് ഞായറാഴ്ചയ്ക്ക് മാറ്റി എന്ന് എറണാകുളത്ത് പഠിപ്പിക്കുന്നതിൻ്റെയും അത് കേട്ടിട്ട് മറ്റു സ്ഥലങ്ങൾ പഠിപ്പിക്കുന്നതിൻ്റെയും അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ ബൈബിളിൽ നിന്ന് വായിച്ചിട്ട് ഞാൻ പറയുന്നതാണ് ശരി, അവർ പറയുന്നതാണ് ശരി എന്ന് നിങ്ങൾ തന്നെ നിഗമനത്തിലെത്തൂ. ഞാനൊന്ന് ആവർത്തിക്കുക. ഉത്തിതനുമായുള്ള കൂടിക്കാഴ്ചയുടെ ദിവസമാണ് കർത്താവിൻ്റെ ദിവസം. അന്ത്യത്താഴത്തിൻ്റെ ഓർമ്മയല്ല. ഉത്തിതനുമായി കൂടിക്കാഴ്ചയാണ് വിശുദ്ധ കുർബാന, അന്ത്യത്താഴത്തിൻ്റെ ഓർമ്മയല്ല. തെറ്റിദ്ധാരണ ഒരുപാടുള്ളതാണ് ഞാൻ ആവർത്തിക്കുന്നത്. ഈ തിരുവചനങ്ങൾക്ക് പുറമെ AD 100 എഴുതപ്പെട്ട ഡിഡാഹെ എന്ന് പറഞ്ഞ 12 അപ്പസ്തലന്മാരുടെ പ്രബോധനങ്ങൾ,
അതിൻ്റെ 14-ാം അധ്യായം നോക്കുക. അന്ത്യോക്യയിൽ വിശുദ്ധ ഇഗ്നേഷ്യസ്, മഗ്നേഷ്യർക്ക് ലേഖനം 9:1, വിശുദ്ധ ജസ്റ്റിൻ മാർട്ടിയർ ആദ്യത്തെ വിശ്വാസ സമർത്ഥനം 67. പിന്നെ കത്തോലിക്ക സഭയുടെ മതപാലനം 2175 മുതൽ 2176 വരെയും നിങ്ങൾക്ക് വായിക്കാം. അതിനാൽ മാർപ്പാപ്പയുടെ കുതന്ത്രമോ 4-ാം നൂറ്റാണ്ടിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ ദുരുദ്ദേശപരമായ നീക്കങ്ങളോ അല്ല ഈ ഞായറാഴ്ച നമ്മൾ സാബത്ത് ആചരിക്കാൻ കാരണം. മാത്രമല്ല, കർത്താവിൻ്റെ ദിവസം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാബത്ത് എന്നല്ല പുതിയ നിയമത്തിൽ. കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. സാബത്തിൻ്റെയും കർത്താവാണ് യേശു. അതായത് ശനിയാഴ്ചത്തെ സാബത്ത് ഞായറാഴ്ചയിലേക്ക് മാറ്റാൻ ആ സാബത്തിൻ്റെ ഉടയവൻ, ഉടമസ്ഥൻ കർത്താവ് തന്നെയാണ്, യേശുവാണ്. അവനാണ് മാറ്റിയത്, അല്ലാതെ മാർപ്പാപ്പിയോ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയോ അല്ല. 4-ാം പ്രമാണം 20-ാമത്തെ അധ്യായം 12-ാം വാക്യം. നിന്റെ ദൈവമായ യാഹ്വേ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ്സ് ഉണ്ടാകാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. അതായത് ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കാളിയായിക്കൊണ്ട് മാതാപിതാക്കൾ മക്കളെ ജനിപ്പിക്കുന്നു. കുറച്ചുകൂടി തെളിച്ച് പറഞ്ഞാൽ, ദൈവം സൃഷ്ടിച്ച ദേഹി ആത്മാവോട് കൂടിയുള്ള ദേഹിക്ക് ദേഹം കൊടുക്കുന്നത് മാനുഷിക മാതാപിതാക്കളാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തോട് അങ്ങേറ്റം അങ്ങനെ ശാരീരികമായിട്ട് പങ്കുചേരുകയാണ് മാതാപിതാക്കൾ. അതുകൊണ്ട് തന്നെ ആ മാതാപിതാക്കളോട് ശരിയായ ബഹുമാനം കാണിക്കേണ്ടതും അവരെ അനുസരിക്കേണ്ടതും അവരെ സംരക്ഷിക്കേണ്ടതും അവരെ ചുമതലയാണ്, കടമയാണ്. ദൈവത്തെ ബഹുമാനിക്കുന്നത് പോലെ ആ ദൈവത്തിൽ സഹകരിക്കുന്ന മാതാപിതാക്കളെയും ബഹുമാനിക്കേണ്ടതുണ്ട്. കത്തോലിക്ക സഭയുടെ മതബോധനം 2197 മുതൽ 2220 വരെ നിങ്ങൾക്ക് വായിക്കാം. മാതാപിതാക്കൾ ഭൗതികമായ സാഹചര്യങ്ങൾ ഒരിക്കൽ മാത്രം പോരാ, അവരോടൊപ്പം സമയം ചെലവഴിക്കാൻ വേണം. പിന്നെ മരുന്നും മന്ത്രം മാത്രം കൊടുത്താൽ പോരാ, സ്നേഹം കൊടുക്കാനായിട്ട് സ്പർശനം ഒക്കെ അങ്ങനെയൊക്കെ വേണം. ഇനി മാതാപിതാക്കളാണെങ്കിലും ഇങ്ങനെ ആദരവ് ചോദിച്ചു വാങ്ങുകയല്ല വേണ്ടത്, ആദരവ് അർഹിക്കുന്നവരും ജീവിക്കുകയാണ്. മാതാപിതാക്കളെ മക്കളെ മനസ്സിലാക്കാനും പഠിക്കണം. എപ്പോഴും മാതാപിതാക്കളെ സംരക്ഷിക്കുന്നില്ലെന്നുള്ള പരാതി നമ്മൾ കേൾക്കുന്നത്. മാതാപിതാക്കൾ മക്കളെ മനസ്സിലാക്കാനും ശ്രമിക്കേണ്ടതും ആവശ്യം തന്നെയാണ്. രണ്ടും പ്രധാനപ്പെട്ടതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു പരസ്പര മനസ്സിലാക്കൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഈ കുട്ടികൾക്ക് സാധാരണഗതിയിൽ വീരപുരുഷൻ അപ്പനാണ്. അപ്പനായിട്ട് തന്നെ നിൽക്കണം. ഇല്ലെങ്കിൽ കുട്ടികൾ വഴി പഴച്ചു പോകും, കുറ്റവാളികളാകും. കാരണം ഈ കൂട്ടുകാരന്മാരാണ് വീരപുരുഷന്മാർ. അവർ കഞ്ചാവ് വലിക്കുന്നതോ സിഗരറ്റ് വലിക്കുന്നതോ അതൊക്കെയാണ് വീരകൃത്യമായിട്ട് തോന്നുക. അപ്പോൾ വീട്ടിലെ അപ്പൻ, ഞാൻ ഇച്ചിരി കള്ളു കുടിച്ചാൽ എനിക്ക് എന്താ കുഴപ്പം ചോദിക്കുന്ന അപ്പൻ ഒരു പക്ഷേ ചെയ്യുന്ന ദ്രോഹം വളരെ വലുതാണ്. അങ്ങനെ കള്ളു കുടിച്ച് ബോധമില്ലാണ്ട് വരുന്ന അപ്പനപ്പൻ തന്നെയായിരിക്കും, പക്ഷേ അപ്പനായിട്ട് ബഹുമാനിക്കാൻ മക്കൾക്ക് സാധിക്കണമെന്നില്ല. അപ്പോൾ അതെല്ലാം അപ്പം പറയുന്നത് കേൾക്കാനും അവർ മനസ്സ് കൂട്ടാക്കില്ല. കാരണം അവരുടെ മനസ്സിൽ അപ്പൻ്റെ സ്ഥാനമല്ല ഉള്ളത്. അപ്പോൾ മാതാപിതാക്കളും മര്യാദയ്ക്ക് ജീവിക്കേണ്ടതുണ്ട്, മക്കൾ മാതാപിതാക്കൾ നോക്കേണ്ടതുണ്ട്. ഇതൊന്നും കൽപ്പന കൊണ്ടല്ല, അല്ലാതെ തന്നെ വേണമെന്ന് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു. ബന്ധത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് അനുസരണം. സ്നേഹത്തിൽ നിന്ന് ഉത്ഭവിക്കുമ്പോഴേ അനുസരണമാകൂ. അല്ലെങ്കിൽ വെറുതെ ഒരു യാന്ത്രികമായിട്ടുള്ള ഒരു നിയമവും ചട്ടവും പാലിക്കുന്ന രീതിയായിട്ട് മാറും. ഈ 4-ാം പ്രമാണത്തെ മറികടക്കുന്ന അല്ലെങ്കിൽ അതിശയിക്കുന്ന ഒരു നിലപാട് യേശു പറയുന്നുണ്ട്. എൻ്റെ അടുക്കൽ വരികയും സ്വന്തം അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും വെറുക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. അപ്പൻ, അമ്മ, ഭാര്യ, മക്കള്, സഹോദരന്മാര് അവരൊക്കെ വെറുക്കണം, കർത്താവിൻ്റെ കൂടെ ആയിരിക്കാൻ, കർത്താവിൻ്റെ ശിഷ്യനായിരിക്കാൻ. ലൂക്ക 14:26. അതായത് യേശുവിനെ അനുഗമിക്കാനും ദൈവരാജ്യത്തിനുള്ള ജീവിതം ഒഴിഞ്ഞു വെക്കാനും 4-ാം പ്രമാണത്തെ അതിശയിക്കാമെന്നാണ് യേശു പറഞ്ഞത്. ഞാൻ എൻ്റെ അപ്പനമ്മനെയും നോക്കിയിട്ടില്ല. ഞാൻ ഈ ലൂക്ക 14:26 പ്രകാരമാണ് അപ്പനെയും അമ്മയെയും ഭാര്യയും മക്കളെയും സഹോദരന്മാരെയും ഒക്കെ ഒന്നും വേണ്ടെന്ന് വെച്ച് പോന്നിരിക്കുക. അപ്പോൾ 4-ാം പ്രമാണം ഞാൻ ലംഘിച്ചിരിക്കുകയാണ്. പക്ഷേ യേശു പറഞ്ഞ ലൂക്ക 14:26 അനുസരിച്ചിരിക്കുകയാണ്. പഴയ നിയമത്തിലെ 4-ാം പ്രമാണത്തെ മറികടക്കുന്ന തരത്തിൽ. അപ്പോൾ കുടുംബ ബന്ധങ്ങൾ താറുമാറായി പോകില്ലെന്ന് ചോദിക്കാം, സംശയം ഉണ്ടാകാം. യേശു പറയുന്നത്, അതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പറയാൻ പറ്റില്ല. പറയുന്ന കാര്യം എന്താണ്? ഒരു സഭ എന്നൊരു സമുദായം ഉണ്ടാകുകയാണ്. ഈ സമുദായ ബോധത്തിൽ സമുദായം തന്നെ മറ്റെല്ലാവരുടെയും കാര്യങ്ങൾ നോക്കുമെന്നാണ്. ഈ സമുദായ ബോധമാണ് സീറോ മലബാർ സഭയിൽ സവിശേഷമായി നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. ലത്തീൻ സഭയിലും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ സമുദായ ബോധം നമുക്കില്ലാതെ പോയിരിക്കുന്നു. നമ്മുടെ ധ്യാന ഗുരുക്കന്മാരും ധ്യാന കേന്ദ്രങ്ങളൊക്കെ പറയുന്നത് ക്ഷമിക്കുക, പൊറുക്കുക, മാനസാന്തരപ്പെടുക, പിന്നെ കുറച്ച് രോഗശാന്തികളോ
അല്ലെങ്കിൽ കുറച്ച് അത്ഭുതങ്ങൾ, സാമ്പത്തിക തകർച്ച, പിന്നെ ഇപ്പോൾ കാനഡ, ഓസ്ട്രേലിയ, UK അവിടേക്കുള്ള വിസ കിട്ടാനായിട്ട് ധ്യാന കേന്ദ്രത്തിൽ വരിക. ഇങ്ങനെയെല്ലാം പറയുമ്പോൾ സംഭവിക്കുന്നത് ഈ സമുദായ ബോധം നഷ്ടപ്പെടുകയാണ്. സമുദായ ബോധം നഷ്ടപ്പെടുമ്പോൾ ഈ പറഞ്ഞ മാതാപിതാക്കളെ വിട്ടച്ച് പോകേണ്ടിയും വരും, മാതാപിതാക്കൾ നോക്കാൻ വേറെ ആളില്ലാതെയും വരും, സഭയില്ലാണ്ട് വരും. അപ്പോൾ ഈ സമുദായം, സഭ എന്ന സമുദായം അത് കുടുംബ ബന്ധങ്ങളെ കവച്ചു വെക്കുന്ന തരത്തിൽ കുടുംബങ്ങളെ സംരക്ഷിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത്. അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നമുക്കത് കൈമോശം വന്നിരിക്കുന്നു. അതിന് നമ്മൾ കുറെ കുറ്റക്കാരാണ്, നമ്മൾ തിരിച്ചു വരേണ്ടതുണ്ട്. ആൺമക്കളെ സംബന്ധി ചെയ്തുകൊണ്ടാണ് ഈ പ്രമാണം നൽകപ്പെട്ടിരിക്കുന്നത്. തലമുറകളായ ബന്ധത്തെയും, അതായത് മാതാപിതാക്കള് ദൈവം ആഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന കുടുംബം എന്ന കൂട്ടായ്മയെയും ശക്തിപ്പെടുത്തുകയാണ് ഇതിലൂടെ. മണ്ണിനെക്കുറിച്ചും ദേശത്തെക്കുറിച്ചും ദേശത്ത് സ്ഥിരതയുള്ള ജീവിതം ഉണ്ടാകേണ്ടതിനെ കുറിച്ചും ഈ പ്രമാണം സംസാരിക്കുന്നു. മനുഷ്യർക്ക് ജീവിക്കാനുള്ള മണ്ണിനെയും ദേശത്തെയും കുടുംബം എന്ന അടിസ്ഥാന സാമൂഹ്യക്രമമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. കുടുംബം എന്ന സംവിധാനത്തിനുള്ളിൽ രൂപപ്പെടുന്ന തലമുറകളുടെ നിലനിൽപ്പുമായി ജനത്തിന്റെയും മണ്ണിന്റെയും ദേശത്തിന്റെയും തുടർച്ചയായ അസ്തിത്വത്തെ കൂട്ടിയോജിപ്പിക്കുകയാണ് ഈ പ്രമാണം ചെയ്യുന്നത്. ഇതിൻ്റെ എല്ലാം ഓരോ വാക്കുകളും വിശദീകരിക്കേണ്ടതാണ്. നമുക്കത് ഇപ്പം തന്നെ നേരം 1 മണിക്കൂറിന് മേലെയായി, അപ്പോൾ നമുക്ക് കഴിയില്ല. നസ്രത്തുൽ യേശു എന്ന ഗ്രന്ഥത്തിലെ 1-ാമത്തെ അധ്യായം 242, 243 വാക്കുകൾ ഞാൻ വായിച്ചത്. അവിടെ ബെനഡിക്ട് മാർപ്പാപ്പ വളരെ മനോഹരമായിട്ട് ഈ സാബത്ത് പ്രമാണത്തിൻ്റെ വളരെ വിവിധ ചക്രവാളങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ആ പുസ്തകം പലരുടെയും കയ്യിലുണ്ടല്ലോ, വായിക്കുക. നസ്രത്തുൽ യേശു 1-ാമത്തെ വോള്യം 242, 43 ഞാൻ വായിച്ചത്. അതിന് മുമ്പും പിമ്പുമായിട്ട് വളരെ മനോഹരമായിട്ട് മാർപ്പാപ്പ അവതരിപ്പിച്ചിട്ടുണ്ട്. 5-ാം പ്രമാണം, കൊല്ലരുത്. നിഷ്കളങ്കരായ ആളുകളെ കൊല്ലുന്നത് വിലക്കിയിരിക്കുന്നു. 23:7 കാണാതെ നിഷ്കളങ്കരായ ആളുകളെ കൊല്ലുന്നത് വിലക്കിയിരിക്കുന്നു. ഇവിടെ നാം മനസ്സിരുത്തേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതിയുണ്ട്. യുദ്ധം, ഉൽപ്പത്തി 9:6, സ്വയരക്ഷ, വധശിക്ഷ, നിയമാവർത്തനം 20:1 എന്നിവ ഈ കൽപ്പനയുടെ പരിധിക്കുള്ളിൽ വരുന്നില്ല. യുദ്ധം, സ്വയരക്ഷ, വധശിക്ഷ എന്നിവയൊന്നും ഈ കൽപ്പനയുടെ പരിധിക്കുള്ളിൽ വരുന്നതല്ല. കാരണം വ്യക്തികളുടെയോ മനുഷ്യ സമൂഹത്തിൻ്റെയോ നിലനിൽപ്പും നന്മയും ഭീഷണിയിലാക്കുന്ന ഘടകങ്ങൾ ഉണ്ടായാൽ അവയെ ഇല്ലാതാക്കണം. ഒന്നുകൂടി ഞാൻ പറയാം, വ്യക്തികളുടെയോ മനുഷ്യ സമൂഹത്തിൻ്റെയോ നിലനിൽപ്പും നന്മയും ഭീഷണിയിലാക്കുന്ന തരത്തിൽ ഘടകങ്ങൾ ഉണ്ടായാൽ, ഗുണ്ടാസംഘങ്ങൾ, കൊലപാതകങ്ങൾ, തീവ്രവാദം, അധിനിവേശം, ഭീകരാക്രമണം, ഇതൊക്കെ ഉണ്ടായാൽ കൊല്ലരുതെന്ന പ്രമാണവും പറഞ്ഞിരിക്കാൻ പാടില്ലെന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. സ്രഷ്ടാവിന്റെ ഛായ വഹിക്കുന്നത് കൊണ്ടാണ് മനുഷ്യജീവൻ വിശുദ്ധമായിരിക്കുന്നത്. ഉൽപ്പത്തി 9:5-6. കത്തോലിക്ക സഭയുടെ മതബോധനം 2258 മുതൽ 2283 വരെ. ആ ദൈവഛായ ഒരാളിൽ ഇല്ലാതായാൽ പിന്നെ അത് പരിശുദ്ധമല്ല. അതിനാൽ കൊല്ലരുത് എന്നതിനേക്കാൾ കൊലപാതകം ചെയ്യരുത്, രണ്ടും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. കൊല്ലരുത്, thou shalt not kill. അതിനേക്കാൾ കൊലപാതകം ചെയ്യരുത്, thou shalt not murder എന്ന് ഭാഷപ്പെടുത്തുകയാണ് കുറച്ചുകൂടി നല്ലത്. thou shalt not kill എന്നല്ല, thou shalt not murder. കൊലപാതകം ചെയ്യരുത്. ഗർഭഛിദ്രം, ദയാവധം എന്നിവയൊക്കെ കൊലപാതകമാണ്. അതിന് നിയമത്തിന്റെ പരിരക്ഷ കൊടുത്താലും സർക്കാർ നിയമം ഉണ്ടാക്കിയാലും അതൊന്നും പാപമല്ലാതാകുന്നില്ല. പോലീസും കോടതിയും കേസൊന്നും ഉണ്ടാകില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഈ പ്രമാണത്തിന് കർത്താവ് ഒരു പുതിയ വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്. ഹൃദയത്തിൽ ഉയരുന്ന ശക്തമായ കോപം ഒരു തരത്തിലുള്ള കൊലപാതകമാണെന്ന് പഠിപ്പിച്ചിട്ട് മോശയുടെ ഈ പ്രമാണത്തിന്റെ വ്യാപ്തി വിപുലമാക്കുകയാണ് യേശു. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം 21 മുതൽ 26 വരെ വാക്യങ്ങൾ. അതേസമയം കോപം കാർക്കശം ഒന്നല്ല. കർക്കശമായ നിലപാട് കോപമല്ല. ഉന്നതമായ ഉദ്യോഗസ്ഥരിലിരിക്കുന്നവർക്ക് തങ്ങളുടെ കീഴിലുള്ളവരോട് കാർക്കശത്തോടെ പെരുമാറേണ്ടി വരാം, പക്ഷെ കോപത്തോടെ ആകരുത്. മേലുദ്യോഗസ്ഥൻ കീഴുദ്യോഗസ്ഥരെ പരസ്യമായി കോപത്തോടെ വഴക്ക് പറഞ്ഞാൽ അവരിൽ നിന്ന് തിരിച്ച് കൂറ് പ്രതീക്ഷിക്കരുത്. അപ്പൊ കർക്കശമായ നിലപാടെടുക്കുന്നതും കോപം തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞ വിശദാംശങ്ങൾ നൽകാൻ ബുദ്ധിമുട്ടുണ്ട്, സമയമില്ല. നിങ്ങൾ കത്തോലിക്ക സഭയുടെ മതബോധനത്തിന്റെ സംഖ്യകൾ ഞാൻ പറഞ്ഞു, അത് വായിക്കുക. 6-ാം പ്രമാണം, വ്യഭിചാരം ചെയ്യരുത്. വിവാഹ ബന്ധത്തിലെ അവിശ്വസ്തതയെ 6-ാം പ്രമാണം വിലക്കുന്നു. വൈവാഹിക ബന്ധത്തിലെ
വിവാഹ ബന്ധത്തിൽ ഉണ്ടായിരിക്കേണ്ട അന്യപ്രവേശനമില്ലായ്മ, അതായത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിൽ മറ്റാർക്കും പ്രവേശനമില്ല, ആ മര്യാദയുടെ ലംഘനമാണ്. ഇതൊക്കെയാണ് ഈ വ്യഭിചാരം ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ അതെന്തൊക്കെയാണെന്ന് സഭ പഠിപ്പിച്ചിട്ടുണ്ട്. കത്തോലിക്ക സഭയുടെ മതബോധനം 2331 മുതൽ 2391 വരെ അത്തരം സ്ഥലത്താണ്. അവിടെ പറഞ്ഞിരിക്കുന്ന ചില വാക്കുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാം. പരസംഗം, അതായത് ഫോർണിക്കേഷൻ, വേശ്യാവൃത്തി, പ്രോസ്റ്റിറ്റ്യൂഷൻ, ബലാത്സംഗം, റേപ്പ്, അഗമ്യഗമനം, ഇൻസസ്റ്റ്, പിന്നെ വ്യഭിചാരം. അതായത് ഞാൻ ഓരോന്നിനെ കുറിച്ച് ചെറിയൊരു വ്യാഖ്യാനം പറയാം. ഇതൊക്കെ വിലക്കിയിട്ടുണ്ട്. അവിവാഹിതരായി 2 പേരുടെ അവിഹിത വേഴ്ചയാണ് പരസംഗം, ഫോർണിക്കേഷൻ. അവിവാഹിതരുടെ അവിഹിത വേഴ്ച, അതിൽ ഒരാളെങ്കിലും വിവാഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വ്യഭിചാരമായി. അതായത് ഈ അവിഹിത വേഴ്ചയിൽ ഏർപ്പെടുന്നവരിൽ ഒരാൾ എങ്കിലും വിവാഹം കഴിച്ചിട്ടുള്ള ആളാണെങ്കിൽ അത് വ്യഭിചാരമാണ്, പരസംഗമല്ല. വ്യഭിചാരം പരസംഗത്തെക്കാളും ഗൗരവമുള്ളതാണെന്ന് അർത്ഥം. അവർക്ക് കല്യാണം കഴിക്കാനുള്ള സാധ്യതയില്ലല്ലോ, ഒരാൾ ഓൾറെഡി കല്യാണം കഴിച്ചിരിക്കുകയാണ്. ലൈംഗിക വേഴ്ചയ്ക്ക് പണം കൊടുത്താൽ അത് വേശ്യാവൃത്തിയായി. അടുത്ത ബന്ധുക്കൾ തമ്മിലുള്ള അവിഹിത ബന്ധമാണ് അഗമ്യഗമനം, ഇൻസസ്റ്റ്. ഇപ്പം അപ്പനും മോളും തമ്മിൽ, അമ്മയും മോനും തമ്മിൽ, പിന്നെ അടുത്ത ബന്ധുക്കൾ, വിലക്കപ്പെട്ട രക്തബന്ധത്തിലുള്ള അവർ തമ്മിലുള്ളതൊക്കെ. വ്യഭിചാരത്തെക്കുറിച്ചുള്ള മോശ നൽകിയ ഈ കൽപ്പനയെ അതിനോട് കുറച്ചുകൂടി ആഴപ്പെടുത്തുന്നുണ്ട് കർത്താവ്. മറ്റൊരാളുടെ ഭാര്യയുമായി ശയിക്കുന്നത് മാത്രമല്ല വ്യഭിചാരം, ഹൃദയത്തിൽ ഉയർന്ന ലൈംഗിക ആസക്തിയും വ്യഭിചാരമാണ്. സ്ത്രീയെ ആസക്തിയോടെ, ലൈംഗിക ആസക്തിയോടെ നോക്കുന്നവൻ ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞെന്നാണ് കർത്താവ് പറയണേ. മത്തായി 5:27-28. ആദ്യത്തെ ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ വിവാഹമോചനത്തിന് ശേഷം മറ്റൊരു വിവാഹം ചെയ്യുന്നതും ഒരു തരത്തിലുള്ള വ്യഭിചാരമാണെന്ന് യേശു പഠിപ്പിച്ചിട്ടുണ്ട്. മത്തായി 5:32, മർക്കോസ് 10:11-12, നിയമാവർത്തനം 5:18 കാണാം. 7-ാം പ്രമാണം, മോഷ്ടിക്കരുത്. സ്വകാര്യ സ്വത്ത് കൈവശം വെക്കാനുള്ള വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുകയാണത്. സ്വകാര്യ സ്വത്ത് അത് മാനിക്കണം. നമുക്ക് സ്വകാര്യ സ്വത്ത് വേണം. എല്ലാം പൊതുവൽക്കരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് രീതി പറ്റില്ല. മറ്റൊരുത്തന്റെ ഹിതത്തിന് വിപരീതമായി അയാളുടെ വസ്തുക്കൾ പിടിച്ചടക്കുന്നത് ഇതിലൂടെ വിലക്കിയിരിക്കുന്നു. മോഷണം, പിടിച്ചുപറി, ചതി, വഞ്ചന, അന്യായമായ വേതനം തുടങ്ങിയവയൊക്കെ ഈ പ്രമാണത്തിൽ വിലക്കിയിട്ടുണ്ട്. കത്തോലിക്ക സഭയുടെ മതബോധനം 2401 മുതൽ 2449 വരെ വായിക്കാം. നിയമാവർത്തനം 5:19 നിങ്ങൾക്ക് റെഫർ ചെയ്യാം. 8-ാം പ്രമാണം. ഈ 7-ാം പ്രമാണവുമായിട്ട് ബന്ധപ്പെട്ടും 8-ാം പ്രമാണവുമായി ബന്ധപ്പെട്ട് ഞാൻ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. 8-ാം പ്രമാണം, നിന്റെ അയൽക്കാരനെതിരായി നീ കള്ളസാക്ഷി പറയരുത്. കബളിപ്പിച്ച് മുതലെടുക്കാനായി വഞ്ചന നിറഞ്ഞതും സത്യസന്ധമല്ലാത്തതുമായ സംസാരത്തിനെയാണ് ഇവിടെ വിലക്കിയിരിക്കുന്നത്. കബളിപ്പിച്ച് മുതലെടുക്കുക, വഞ്ചന നിറഞ്ഞ സത്യസന്ധമല്ലാത്ത സംസാരം, നുണ പറയുക, അപവാദം പ്രചരിപ്പിക്കുക, കോടതിയിലും മറ്റും കള്ളസാക്ഷ്യം പറയുക, കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുക, ബെർജറി എന്ന് പറയലോ, തുടങ്ങിയവയെല്ലാം ഈ പ്രമാണം വിലക്കുന്നു. കത്തോലിക്ക സഭയുടെ മതബോധനം 2464 മുതൽ 2503 വരെ നിങ്ങൾക്ക് വായിക്കാം. ഈ 7-ാം പ്രമാണവും 8-ാം പ്രമാണവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വളരെ ബന്ധപ്പെട്ട് കിടപ്പുണ്ട്. ഈ പഴയ നിയമത്തിൽ യെശുവായുടെ ഗ്രന്ഥം 7-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം, അതിൻ്റെ സെപ്തുജന്ത്, ആദിമസഭയുടെ ബൈബിളാണ് സെപ്തുജന്ത്. ആ സെപ്തുജന്ത് പതിപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഈ ആഹാന്റെ പാപം എന്നാണ്. ആഹാന്റെ പാപം എന്ന് പറയുന്ന ആ പാപം വർണ്ണിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഗ്രീക്കില് സെപ്തുജന്തില് നോസ്ഫിക്സോ എന്നാണ്. നോസ്ഫിക്സോ, വ്യാജമായി പണം കൈപ്പറ്റുക എന്നർത്ഥം, അല്ലെങ്കിൽ വിശ്വസിച്ചേൽപ്പിച്ചത് അപഹരിക്കുക, അല്പാൽപ്പം മോഷ്ടിക്കുക, സൂത്രത്തിൽ കട്ടെടുക്കുക, ഇങ്ങനെയൊക്കെ അതിന് അർത്ഥമുണ്ട്. വ്യാജമായി പണം കൈപ്പറ്റുക, എംബസിൽ എന്ന് പറയും, എംബസിൽ. വിശ്വസിച്ചേൽപ്പിച്ചത് അപഹരിക്കുക, അല്ലെങ്കിൽ അല്പാൽപ്പം മോഷ്ടിക്കുക, പിൽഫർ എന്ന് പറയും, പിൽഫർ. സൂത്രത്തിൽ കട്ടെടുക്കുക, പർലോയിൻ. ഇതൊക്കെ വിലക്കിയിരിക്കുകയാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്തു ആഹാൻ. അതേ വാക്ക് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ആർക്കാണെന്നറിയാമോ? നടപടി ഗ്രന്ഥത്തിൽ അനനിയാസ് സഫീറ, അതായത് ആദിമസഭയിലുണ്ടായ ഒരു വലിയ പേടിപ്പെടുന്ന സംഭവമാണ് അനനിയാസിന്റെയും സഫീറയുടെയും മരണം. എന്താണ് മരിക്കേണ്ടായ കാരണം? അത് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് അവരും അതേ കാര്യമാണ് ചെയ്തത്. ഈ ആഹാൻ ചെയ്തത് പോലെയുള്ള കാര്യമാണ് ചെയ്തത്. അവർക്ക് ഒരു സ്വത്തുണ്ടായിരുന്നു, സ്വത്ത് വിറ്റു, സ്വത്തിൽ കുറച്ച് പണം മാറ്റി വെച്ചു, എന്നിട്ട് അപ്പസ്തലന്മാരെ കാൽക്കൽ കൊണ്ടിട്ട് വിറ്റതിന് മുഴുവൻ ഉണ്ട് എന്ന് പറഞ്ഞ് നുണ പറഞ്ഞു. പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്തു, വ്യാജം ചെയ്തു എന്നൊക്കെയാണ് പത്രോസ് അതിന് വ്യാഖ്യാനിച്ചത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, ഈ ഗ്രീക്ക് വാക്ക് നോക്ഫിറ്റ്സോ എന്നാണ്. അതായത് പണത്തിന്റെ കുറെ ഭാഗം മാറ്റിവെച്ചു,
അതിനുപയോഗിക്കുന്ന വാക്കാണ് ഞാൻ പറഞ്ഞ നോഫിറ്റ്സോ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? വ്യാജമായി കൈകാര്യം ചെയ്തു, പണം കൈപ്പറ്റി, വിശ്വസിച്ചേൽപ്പിച്ചത് അപഹരിച്ചു, അല്പാൽപ്പം മോഷ്ടിച്ചു, സൂത്രത്തിൽ കട്ടെടുത്തു. അതായത് തങ്ങളുടെ തന്നെ സ്വത്തായിരുന്നു, അത് വിറ്റ് അപ്പസന്മാരെ ഏൽപ്പിക്കേണ്ട കാര്യമില്ല. എന്നാൽ അത് വിറ്റു, എല്ലാം ഏൽപ്പിക്കുന്നുവെന്ന വ്യാജേന പകുതി ഏൽപ്പിച്ചു, പകുതി ഏൽപ്പിച്ചില്ല. കബളിപ്പിച്ച് മുതലെടുക്കാൻ വഞ്ചന നിറഞ്ഞതും സത്യസന്ധമല്ലാത്തതുമായി സംസാരിക്കുക. ഇതാണ് അനനിയാസും സഫീറായും ചെയ്തത് നടപടി ഗ്രന്ഥം 5-ാമത്തെ അധ്യായത്തിൽ. അതുകൊണ്ടാണ് അവർക്ക് കഠിനമായ ശിക്ഷ കിട്ടിയത്. അത് പരിശുദ്ധാത്മനെതിരെയുള്ള പാപമായിട്ടാണ് പത്രോസ് വ്യാഖ്യാനിച്ചത്. അതിന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞ പഴയ നിയമത്തിലെ ആഹാന്റെ പാപം. യേശുവയുടെ ഗ്രന്ഥം 7:1 വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഹീബ്രു ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കല്ല ഞാൻ പറഞ്ഞത്, ആദിമസഭയുടെ ബൈബിളായ സെപ്തുജിന്തിൽ. ഇനി 20:17 9ഉം 10ഉം കൽപ്പനകൾ. നിന്റെ അയൽക്കാരന്റെ ഭവനം മോഹിക്കരുത്. അയൽക്കാരന്റെ ഭാര്യയെയോ ദാസനെയോ ദാസിയെയോ കാളയെയോ കഴുതയെയോ നിന്റെ അയൽക്കാരുള്ള യാതൊന്നിനെയോ നീ മോഹിക്കരുത്. നമുക്ക് ആ വചനം ഒന്നുകൂടി നോക്കാം. നിന്റെ അയൽക്കാരന്റെ ഭവനം മോഹിക്കരുത്, ഭവനം. പിന്നെ പറയാണ് അയൽക്കാരന്റെ ഭാര്യ, ദാസൻ, ദാസി, കാള, കഴുത, അങ്ങനെ നിന്റെ അയൽക്കാരുള്ള യാതൊന്നും മോഹിക്കരുത്. നിന്റെ അയൽക്കാരന്റെ ഭവനം മോഹിക്കരുത് എന്ന് പറഞ്ഞിട്ട് ശേഷമാണ് ആ ഭവനത്തിലുള്ള വസ്തുവിനെ പോലെയാണ് ഭാര്യ, ദാസൻ, ദാസി ഒക്കെ വന്നിരിക്കുന്നത്. ഇവിടെ മോഹിക്കരുത് എന്നൊരു ഉപയോഗിക്കുന്ന ഹീബ്രു വാക്ക് ഹമദ് എന്നാണ്. ഹമദ് വെറുതെ ഒരു ഇഷ്ടം തോന്നുന്നൊന്നും അല്ല അർത്ഥം, അല്ലേ? അയൽക്കാരൻ്റെ ഭവനത്തോടോ അയൽക്കാരൻ്റെ ഭാര്യയോടോ വെറുതെ ഒരു ഇഷ്ടം തോന്നുന്നതിനല്ല ഇവിടെ പറയുന്നത്. ഹമദ് എന്ന് പറഞ്ഞാൽ അനിയന്ത്രിതമായ മോഹം, നിയന്ത്രിക്കാൻ പറ്റാത്ത മോഹം, സ്വന്തമാക്കിയില്ലെങ്കിൽ ഉറങ്ങാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ആസക്തി. അതിനാൽ ദുർമോഹം എന്നാണ് നമ്മൾ തർജ്ജമ ചെയ്യേണ്ടത്. ശരിക്കും നിന്റെ അയൽക്കാരൻ്റെ ഭവനം ഇല്ലേ, ദുർമോഹിക്കരുത്, അങ്ങനെയാണ് ശരിക്കും വേണ്ടത്. ദുർമോഹമാണിത്, നിയന്ത്രിക്കാൻ പറ്റാത്ത മോഹം, ദുർമോഹം. ഇപ്പം നമുക്കത് അസൂയായിട്ട് വരികയാണ്. അയൽപ്പക്കത്ത് ഒരാൾ നല്ല വീട് പണിതാൽ നമ്മൾ സന്തോഷിക്കുക വേണ്ടത്. അതിന് പകരം അവന് എവിടെ നിന്ന് പൈസ കിട്ടി, കള്ളത്തരായിരിക്കുമോ, മറ്റതായിരിക്കും, മറിച്ചതായിരിക്കുമോ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ ഞാൻ ഇടയ്ക്ക് നാട്ടിൽ വരുമ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു, അച്ഛൻ യൂറോപ്പിൽ പണം വാരുകയാണല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ. അച്ഛൻ യൂറോപ്പിൽ പണം വാരുകയാണല്ലേ? ഞാൻ പറഞ്ഞു അതെ. നിങ്ങൾക്ക് വേണോ? വേണം, പോയി വാരിക്കോ. ഞാൻ യൂറോപ്പിലെ പണം വാരുകയാണല്ലോ, നിങ്ങൾക്ക് വേണോ? നിങ്ങൾ പോയി വാരിക്കോ. ഇതിങ്ങനെ എന്താ പറയുക, ഒരു അറിയാത്ത കാര്യം എന്താണ് ചെയ്യണമെന്നോ ഏതാണ് ചെയ്യുന്നോ ഒന്നും അന്വേഷിക്കാതെ ഈ ഒരാൾ വളരുന്നത് കാണുമ്പോൾ അസൂയ കൊണ്ട് ഉറങ്ങാൻ പറ്റാതെ കിടന്ന് അതിനെയാണ് ഉദ്ദേശിക്കുന്നത് ദുർമോഹം. ആ ദുർമോഹത്തെക്കുറിച്ച് യാക്കോബ് ശ്ലീഹ എന്താ പറഞ്ഞത്? ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. യാക്കോബ് 1:15. കൂട്ടുകാരൻ്റെ ഭാര്യയോടുള്ള ദുർമോഹം ഒരു തരത്തിലുള്ള വ്യഭിചാരമാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, പുതിയ നിയമം പഠിപ്പിച്ചിട്ടുണ്ട്. കൊളോസ്യ ലേഖനം 3:5. അത് ശുദ്ധതയ്ക്കെതിരായ തിന്മയുമാണ്. എഫേസ്യ ലേഖനം 5:3. കത്തോലിക്ക സഭയുടെ മതബോധനം 1456, 2514 മുതൽ 2550 വരെയുണ്ട്. അപ്പോൾ കത്തോലിക്ക സഭയുടെ മതബോധനത്തിൽ ഒരുപാട് സംഗതികളുടെ ഇതിൻ്റെ വ്യാഖ്യാനങ്ങളുണ്ട്. നിങ്ങളത് വായിക്കണം. ഞാൻ പറഞ്ഞത് ബൈബിളിൻ്റെ ഒരു പൊതു വ്യാഖ്യാനമാണ്. ഇതിൻ്റെ വിശദാംശങ്ങൾ കത്തോലിക്ക സഭയുടെ മതബോധനത്തിലും പിന്നെ കാനൻ ലോയിലും ഉണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, പുറപ്പാട് താളുകളിൽ അയൽക്കാരൻ്റെ ഭവനം മോഹിക്കരുത് എന്ന് പറഞ്ഞതിന് ശേഷമാണ് ആ ഭവനത്തിലെ മറ്റ് വസ്തുക്കളുടെ കൂട്ടത്തിലാണ് ദാസൻ, ദാസി, കാള എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ്റെ ഭാര്യയെ മോഹിക്കരുത്. പണ്ട് ഭാര്യമാരെ കണക്കാക്കിയിരുന്നത് അയൽക്കാരൻ്റെ ഒരു വസ്തുവായിട്ടാണ്, ഭർത്താവിൻ്റെ ഒരു വസ്തുവായിട്ടാണ്. ഭർത്താവിൻ്റെ ഒരു വസ്തുവായിട്ടാണ് ഭാര്യയെ കണ്ടിരുന്നത്. ഇത് മോശയ്ക്ക് തോന്നി അത്ര ശരിയായ രീതിയല്ല. അതുകൊണ്ട് മോശ തന്നെ നിയമാവർത്തന ഗ്രന്ഥത്തിൽ ഇത് പുതുക്കി നൽകിയിട്ടുണ്ട്. നിയമാവർത്തന ഗ്രന്ഥത്തിൽ ഈ അന്യൻ്റെ അയൽക്കാരൻ്റെ ഭവനം മോഹിക്കരുത് എന്ന് പറഞ്ഞിട്ട് അയാളുടെ ഭാര്യ മോഹിക്കരുത് എന്നുള്ളത് അങ്ങനെയല്ല പറയേണ്ടതെന്ന് മോശയ്ക്ക് തോന്നി. അതിനാൽ മോശെ ഈ പുറപ്പാട് താളിൽ പറഞ്ഞിരിക്കുന്ന സംഗതികൾ തിരുത്തിയിട്ടാണ് നിയമാവർത്തന താളിൽ നൽകിയിരിക്കുന്നത്. അതേക്കുറിച്ച് നമുക്ക് കാണാം. അയൽക്കാരൻ്റെ ഭാര്യയെ മോഹിക്കരുതെന്ന കൽപ്പന നൽകിയതിന് ശേഷമാണ് അയൽക്കാരൻ്റെ വസ്തുവകൾ മോഹിക്കരുതെന്ന് നിയമാവർത്തന ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത്. അയൽക്കാരൻ്റെ ഭാര്യയെ മോഹിക്കരുത്, അത് ഒരു കൽപ്പന. എന്നിട്ട് അയൽക്കാരൻ്റെ വീട്ടിലെ വസ്തുക്കൾ മോഹിക്കരുത്, നിയമാവർത്തനം 5:21. ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ കുറച്ചുകൂടി വിശദാംശങ്ങൾ നൽകേണ്ടതുണ്ട്. അതിലേക്ക് ഞാൻ വരുന്നു. മുകളിൽ കണ്ടതുപോലെ ആദ്യം നൽകപ്പെട്ട 10 പ്രമാണങ്ങൾ അടങ്ങിയ കൽപ്പന മോശ തന്നെ എറിഞ്ഞുടച്ചു.
ഞാനത് പറഞ്ഞിട്ടില്ല, മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അത് ഈ കൽപ്പനയാണല്ലോ, ഈ കൽപ്പനകളാണ് മോശ എറിഞ്ഞുടച്ചത്. അതുകൊണ്ട് ദൈവം രണ്ടാമത് ഒരു പട്ടിക നൽകി. അതാണ് നിയമാവർത്തന താളുകളിലുള്ളത്. അപ്പോഴാണ് ഈ പുറപ്പാട് താളുകളിലെ പോരായ്മ പരിഹരിച്ചതും. അയൽക്കാരന്റെ ഭാര്യ വസ്തുവായി കരുതരുത് എന്നും അവളെ ഭവനത്തിലെ മറ്റ് വസ്തുക്കളോട് തുലനം ചെയ്യരുത് എന്നും നിർബന്ധമുള്ള കത്തോലിക്കരും ലൂതറൻസും നിയമാവർത്തന ഗ്രന്ഥത്തിലെ പ്രമാണ പട്ടികയാണ് അവരുടെ മതബോധനത്തിലെ വേദപാഠത്തില് പിന്തുടരുന്നത്, ഫോളോ ചെയ്യുന്നത്. ഇനി നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യങ്ങളിലേക്ക് വരാം. ദൈവപ്രമാണങ്ങൾ എത്രയാണ്, എങ്ങനെയാണ് വർഗീകരിക്കേണ്ടത്? കത്തോലിക്കരും പ്രൊട്ടസ്റ്റന്റ് വിഭാഗമായ ലൂതറൻസും പുറപ്പാട് പുസ്തകത്തിലെ 20-ാമത്തെ അധ്യായം 3 മുതൽ 6 വരെ വാക്യങ്ങൾ ഒന്നാം പ്രമാണമായി കരുതുന്നു. എന്നാൽ ഇതിൽ ആരാധിക്കാനായി വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത് എന്ന തിരുവചനത്തെ പുറപ്പാട് 4-6 വാക്യങ്ങൾ, 20-ാമത്തെ അധ്യായം 4-6 വാക്യങ്ങൾ രണ്ടാം പ്രമാണമായി പൗരസ്ത്യ ഓർത്തഡോക്സ് സഭകളും പ്രോട്ടസ്റ്റന്റ് സഭകളിലെ മറ്റുള്ളവരും കരുതുന്നു. ഏത് വർഗീകരണമാണ് ശരി? ആദ്യമേ ഓർക്കുക, മോശയോ ബൈബിൾ എഴുതിയ മറ്റു രചയിതാക്കളോ അധ്യായം വാക്യങ്ങൾ ഒന്നും തിരിച്ചിട്ടല്ല എഴുതിയത്. ക്രിസ്തുവർഷം 13-ാം ശതകത്തിന് ശേഷമാണ് ഇങ്ങനെ ഈ വചനങ്ങളുടെയൊക്കെ നമ്പർ ഇട്ടത്. ക്രിസ്തുവർഷം 13-ാം ശതകത്തിൽ മോശയോ ബൈബിൾ എഴുതിയ ആരും തന്നെ കുത്തു, കോമ, പാരഗ്രാഫ് തിരിക്കുക, അധ്യായം തിരിക്കുക, വാക്യങ്ങൾ തിരിക്കുക ഒന്നും ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് 4-ാം വാക്യം 3-ാം വാക്യം എന്നൊക്കെ നമ്മളിപ്പോൾ പറയുന്നത് 13-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള ഒരു അവസ്ഥയാണ്. ഒറിജിനൽ അതില്ല. അപ്പം അതുകൊണ്ട് എങ്ങനെയാണ് നിലപാട് എടുക്കേണ്ടതെന്ന് 13-ാം നൂറ്റാണ്ടിൽ നമ്പർ ഇട്ടതിന് ശേഷമുള്ള നിലപാട് എടുക്കണോ, അതിന് മുമ്പേ നിലപാടെടുത്ത കത്തോലിക്ക സഭയുടെ നിലപാട് സ്വീകരിക്കണോ? ഇതാണ് ഒരു ചോദ്യം. അതിനാൽ ഇന്ന് കാണുന്ന തിരുവചന ഘടനയുടെ വെളിച്ചത്തിൽ മാത്രം നമ്മൾ നിഗമനത്തിലെത്തരുത്, ഒന്നാമത്തെ കാര്യം. 2, 10 വചനങ്ങൾ എന്ന് പറഞ്ഞിട്ട് 14 കൽപ്പനകൾ നൽകിയിട്ടുണ്ട്. അത് ചെറുതായിട്ടൊരു ആശയക്കുഴപ്പമുണ്ടാക്കും. കത്തോലിക്ക സഭയുടെ നിലപാടിനുള്ള ആ ന്യായം ചൂണ്ടിക്കാണിക്കാം. നേരത്തെ പറഞ്ഞതുതന്നെ കുറച്ചുകൂടി വിശദീകരിച്ച് ഞാൻ പറയുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിന്റെ അയൽക്കാരന്റെ ഭവനം സ്വന്തമാക്കാനുള്ള അത്യാഗ്രഹം പാടില്ല എന്നാണ് പുറപ്പാട് 20:17. നിന്റെ അയൽക്കാരന്റെ ഭവനം സ്വന്തമാക്കാനുള്ള അത്യാഗ്രഹം പാടില്ല. എന്നിട്ട് പറയാണ്, അവന്റെ ഭാര്യയെയോ ദാസനെയോ ദാസിയെയോ കാളയെയോ കഴുതിയെയോ മോഹിക്കരുത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഹീബ്രു വാക്ക് ഞാൻ പറഞ്ഞു, ഹമദ് എന്നാണ്. ഹമദ്. ഭവനം മോഹിക്കുന്നവനും ഭാര്യ മോഹിക്കുന്നവനും ദാസനെയോ ദാസിയെയോ കാളയെയോ കഴുതിയെയോ മോഹിക്കുന്നവനും ഒരേ ക്രിയ തന്നെ, ഹമദ് എന്ന് തന്നെയാണ് പുറപ്പാട് പുസ്തകം 20:17. അന്യന്റെ ഭവനം മോഹിക്കരുത് എന്ന് പറഞ്ഞതിന് ശേഷം ആ ഭവനത്തിൽ ഒരു വസ്തുവായ അവന്റെ ഭാര്യയെയും മോഹിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. അത് ഞാൻ പറഞ്ഞല്ലോ, അതിനകത്തൊരു പോരായ്മയുണ്ട്. ഭാര്യയെ ഭർത്താവിന്റെ വസ്തുവായി, ആ ഭവനത്തിലെ ദാസൻ, ദാസി, കാള, കഴുത അങ്ങനത്തെ ഒരു വസ്തുവായി തരം താഴ്ത്തുന്ന ആ രീതി ശരിയല്ല എന്ന് തോന്നി. അപ്പോൾ നിയമാവർത്തന താളുകൾ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്. ഈ മാത്രമല്ല, ആ പുറപ്പാട് താളുകളാണ്, ആ കൽപ്പനകളാണ് മോശ എറിഞ്ഞുടച്ചത്. അപ്പോൾ ദൈവം വേറെ പുതുക്കി നൽകുകയാണ്. പുതുക്കിയപ്പോൾ ഇതും കൂടി ഒന്ന് പുതുക്കി. കല്ല് മാത്രമല്ല പുതുക്കിയത്, ഈ കൽപ്പന ഒന്നും പുതുക്കി. അതെന്താണ് പുതുക്കിയിരിക്കുന്നത്? 5:21 നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്, നിന്റെ അയൽക്കാരന്റെ ഭാര്യയെ നീ ദുഷ്ടലാക്കോടെ മോഹിക്കരുത്. നിയമാവർത്തനം 5:21, നിന്റെ അയൽക്കാരന്റെ ഭാര്യയെ നീ ദുഷ്ടലാക്കോടെ മോഹിക്കരുത്. പിന്നെ അയൽക്കാരന്റെ ഭവനത്തെയോ ദാസനെയോ ദാസിയെയോ കാളയെയോ കഴുതയോ മോഹിക്കരുത്. 2 സ്ഥലത്ത് 2 വാക്കുകളാണ്. പുറപ്പാട് താളുകളിൽ നിന്ന് 2 മാറ്റങ്ങളാണ് മോശയുടെ കൊണ്ടുവരണേ. 2 മാറ്റങ്ങൾ. ഒന്ന്, അയൽക്കാരന്റെ ഭവനത്തിലെ വസ്തുക്കളുടെ കൂട്ടത്തിലല്ല അയാളുടെ ഭാര്യ. അതിനാൽ അയൽക്കാരന്റെ ഭാര്യ മോഹിക്കരുത് എന്ന പ്രമാണം നൽകിയതിന് ശേഷമാണ് അയാളുടെ വീട്ടിലെ മറ്റ് വസ്തുക്കളുടെ കാര്യം പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഒരു മാറ്റം മോശ തന്നെ കൊണ്ടുവന്നിരിക്കുന്നത് നിയമാവർത്തന താളുകളിൽ. രണ്ടാമത്തെ മാറ്റം, വളരെ പ്രധാനപ്പെട്ട മാറ്റം, അയൽക്കാരന്റെ ഭാര്യയെ മോഹിക്കരുത് എന്നതിനും അയാളുടെ വസ്തുക്കൾ മോഹിക്കരുത് എന്നതിനും 2 ക്രിയാപദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു. 2 വാക്കുകൾ, വ്യത്യസ്ത വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. അയൽക്കാരന്റെ ഭാര്യയെ മോഹിക്കരുത് എന്ന തിരുവചനത്തിൽ മോഹം എന്നുള്ള വാക്ക് ഹമദ് എന്നാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അനുചിതവും നിയന്ത്രണാതീതവുമായ ദുർമോഹമാണിത്. അത് നമ്മൾ സൂചിപ്പിച്ചതാണ്. എന്നാൽ അവന്റെ ഭവനത്തിലെ വസ്തുക്കൾ മോഹിക്കരുത് എന്ന തിരുവചനത്തില് മോഹം എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ഹീബ്രു വാക്ക് ആവ എന്നാണ്. അയൽക്കാരന്റെ ഭാര്യയെ മോഹിക്കരുത് എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഹമദ് എന്നാണെങ്കിൽ, അവന്റെ വീട്ടിലെ വസ്തുക്കൾ മോഹിക്കരുത് എന്നതിന് ആവ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രവണത, ചാച്ചിൽ എന്നൊക്കെയാണ് ഈ വാക്കിനർത്ഥം. ഒരു വസ്തു സ്വന്തമാക്കാനുള്ള അത്യാഗ്രഹമാണിത്.
ഭാര്യയെ സ്വന്തമാക്കാനുള്ളത് ദുർമോഹം, ആസക്തിയാണ് മറ്റത്. ഒന്ന് ആസക്തിയാണ്, ലൈംഗിക ആസക്തിയാണ്, മറ്റത് അത്യാഗ്രഹമാണ്. രണ്ട് വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ രണ്ട് പ്രമാണങ്ങളാണിത്. ഒന്നുകൂടി പറയാ. ആദ്യത്തേത് ഈ അയൽക്കാരൻ്റെ ഭാര്യയെ ഇല്ലേ മോഹിക്കരുത് എന്ന് പറയുന്നത് ഹമദ് എന്ന വാക്കാണ്. ആസക്തി, ദുർമോഹം, അതായത് ദുഷ്ടലാക്കോടെ മോഹിക്കരുത്. അയൽക്കാരൻ്റെ ഭാര്യയെ ദുഷ്ടലാക്കോടെ നീ മോഹിക്കരുത്, ആസക്തിയോടെ മോഹിക്കരുത്, ദുർമോഹം പാടില്ല. അതാണ് ഭാര്യയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അവൻ്റെ വീട്ടിലെ വസ്തുക്കളെക്കുറിച്ച്, ദാസൻ ദാസി അങ്ങനെ കാള കഴുത അതൊക്കെയോ, അത് അത്യാഗ്രഹം പാടില്ലെന്നാ. അത്യാഗ്രഹം. അപ്പോൾ ഭാര്യയെ, അയൽക്കാരൻ്റെ ഭാര്യയെ ഇല്ലേ ആസക്തിയോടെ കാമിക്കുന്നത്, കാമത്തോടെ സ്വന്തമാക്കാറുണ്ട്, അതാണ് ഈ ഹമദ്. മറ്റത് അത്യാഗ്രഹമാണ്. രണ്ടും ഒന്നല്ല. അവൻ്റെ വസ്തുക്കൾ സ്വന്തമാക്കാനുള്ള ശ്രമം അത്യാഗ്രഹമാണ്, അവൻ്റെ ഭാര്യയെ സ്വന്തമാക്കാനുള്ളത് ദുർമോഹമാണ്. രണ്ടും തമ്മിൽ അന്തരമുണ്ട്. മുമ്പ് മോശ നൽകിയ കൽപ്പന അദ്ദേഹം തന്നെ ഭേദഗതിയോടെ അവതരിപ്പിക്കുന്നു. പുറപ്പാട് താള് 20:17 തന്നത് മോശ തന്നെ നിയമാവർത്തന താളിൽ ഭേദഗതിയോടെ നൽകിയിരിക്കുന്നു. നിങ്ങൾ ഏതാ സ്വീകരിക്കുക? മോശെ 20:17 കൽപ്പന നൽകി. ആ മോശ തന്നെ അത് എറിഞ്ഞുടച്ചു. എന്നിട്ട് പുതിയ കൽപ്പന എഴുതിയപ്പോൾ അത് ഭേദഗതി വരുത്തിയിട്ടാണ് മോശ എഴുതിയത്. ആ ഭേദഗതി വരുത്തിയതാണ് നിയമാവർത്തന ഗ്രന്ഥം 5:21. അതെങ്ങനെയൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ഏതാണ് സ്വീകരിക്കുക? ഭേദഗതി വരുത്തിയതല്ലേ സ്വീകരിക്കുക. അപ്പോ ഈ കൽപ്പനകൾ 10 ആണ് എന്ന് നിജപ്പെടുത്തണമെങ്കിൽ വിഗ്രഹങ്ങളെക്കുറിച്ചുള്ള കൽപ്പന 1-ാം പ്രമാണത്തിന്റെ കൂടെ പോകണം. ഇവിടെ 2 കൽപ്പനയായിട്ട് നൽകിയിരിക്കുന്നത് മോശെ. അപ്പോൾ 10 കൽപ്പനയാണ് എന്ന് നമ്മൾ നിജപ്പെടുത്തുന്നെങ്കിൽ ഇത് 2 കൽപ്പനയാണല്ലോ. ഈ ഭാര്യയെ കുറിച്ചുള്ളതും വസ്തുക്കളെ കുറിച്ചും രണ്ട് കൽപ്പനയാണ്. അപ്പൊ അല്ലെങ്കിൽ എണ്ണം കൂടിപ്പോവും, 11 ആകും. അങ്ങനെ വരാതിരിക്കാൻ വിഗ്രഹത്തെ ആരാധിക്കുന്ന 1-ാം പ്രമാണത്തിന്റെ ഭാഗമാണ്. അല്ലെന്താ തെറ്റ്? യാഹ്വേ എന്നുള്ള ഏകസത്യ ദൈവത്തെ ആരാധിക്കണം. ആ ആരാധിക്കേണ്ട വിധം എങ്ങനെ? അതാണ് ഈ വിഗ്രഹങ്ങളെ ആരാധിക്കരുന്നുള്ള കൽപ്പന. അത് 1-ാം പ്രമാണത്തിന്റെ ഭാഗമാണ്. ഇത് രണ്ട് കൽപ്പനയാണ്. അതല്ല ഭാര്യയെ കാള കഴുത തുടങ്ങിയ വസ്തുക്കളെ പോലെ കണ്ടാൽ മതി എന്ന് വിചാരിക്കുന്നവർക്ക് ഈ മോശ എറിഞ്ഞെടുത്ത കൽപ്പനകളിലുള്ള 20:17 ആ പ്രമാണം പാലിക്കാം. ഭാര്യ ഒരു വസ്തുവാണ്, കാള പോലെയോ കഴുത പോലെയോ വസ്തുവാണ് എന്ന് കരുതുന്നവർക്ക് ഈ പ്രോട്ടസ്റ്റന്റ് സഭകൾ പറയുന്ന പോലെ 1-ാം പ്രമാണം 2-ാം പ്രമാണം എന്ന് അവർ പറയുന്ന പോലെ ഉള്ള കൽപ്പന സ്വീകരിക്കാം. അതല്ല, ഭാര്യ കാളയും കഴുതും പോലെ ഒരു വസ്തുവല്ല, അവൾക്ക് തനതായ അന്തസ്സുണ്ട്, അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് കത്തോലിക്ക സഭയും ലൂഥറൻസും എടുത്തിരിക്കുന്ന നിലപാട് സ്വീകരിക്കാം.